അങ്ങനെ ഗൈസ് നമ്മുടെ എണ്ണയിൽ ആ ഒരു സംഭവം എന്ത് പൊടിയാണ് മമ്മ? മൈദപ്പൊടി അതോ കുമ്മായല്ലോ? എന്തായാലും എന്ത് പൊടിയാണ്? ഞാൻ ആട്ടപ്പൊടിയോ? പഞ്ചസാര ലഡു ഇങ്ങനെ തന്നെയല്ലേ ഒന്നും അവലൂസുണ്ടായി ഉറക്കത്തിലാണ്. ഉറങ്ങിക്കോട്ടെ. ലഡു ലഡു നോക്കി ജിലേബി ജിലേബി. ലഡു വായിക്കാല്ലോ ഗൈസ്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാർദവമായ സ്വാഗതം. എന്താ നമ്മൾ ഇന്നത്തെ പരിപാടി? ഇന്നത്തെ പരിപാടി ലഡു ഉണ്ടാക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഗൈസ് നമ്മൾ ബ്രോസ്റ്റ് ഉണ്ടാക്കി. ഇപ്രാവശ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലഡു ആണ്. മെയിൻ ഷെഫായിട്ട് എത്തിയിട്ടുള്ളത് ആരാണ്? നസീറ അവർകൾ. എന്താ ഉണ്ടാക്കൂലേ? ഏത് കളറിൽ ലഡു ഉണ്ടാക്കണേ? മഞ്ഞ കളർ ലഡു ആണ് ഉണ്ടാക്കണേ ഗൈസ്. ഓ അടിയിലാണ് കടക്കണ ചെക്കം. ഇവിടെ ഇങ്ങനെ പളങ്ങി എന്നെ ആരെങ്കിലും ഇട്ട് ചവിട്ടും കാണൂല ഗൈസ്. ഇവനെ അറിയാത്തവർക്ക് ഞങ്ങളെ വീട്ടിലെ പുതിയ അതിഥി പേരെന്താ? പാണ്ഡൻ അല്ലേ? ഒരു ഹലോ അസ്സലാമു അലൈക്കും പറഞ്ഞ നല്ലൊരു പേര്. അല്ല പാണ്ഡൻ എന്താ നല്ല പേരുന്നല്ലോ അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കണേ. ചെക്കനെ നമ്മളൊരു കിണികിണിയും കൂടി വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. നോക്കി ഒരു പൂക്കി ആക്കിയിട്ട് വിട്ടിക്കണേ. കണ്ടോ? നല്ല രസമുള്ളൊരു കിണികിണിയും മാലയൊക്കെ ഉണ്ട്. എന്നാ ആയിക്കോട്ടാണോ? നമ്മൾ ഗൈസ് ഇനി തുടങ്ങാൻ പോകണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലഡു ഉണ്ടാക്കണത് എങ്ങനെയാന്ന് നമുക്ക് ഇമ്മ കാട്ടി തരും. ഫസ്റ്റ് ടൈം അല്ല ഉണ്ടാക്കണേ? ആദ്യമായിട്ടാണ്. ഏത് മുന്തിരി? ഉണക്കമുന്തിരി ഗൈസ് നമ്മൾ വാങ്ങിക്കൊണ്ടു. അതിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെന്ത് കടലപ്പൊടിയാ? ഇവിടെ ഇരുമ ഇവിടെ പറഞ്ഞു കൊടുക്കുക ആൾക്കാർക്ക് സാധനങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ ഇത് പറഞ്ഞു കൊടുക്കട്ടെ. ഇതില് ആവശ്യമായിട്ടുള്ള മമ്മാക്ക് ഉണ്ടാക്കാൻ അറിയോ? ഇല്ല കുഞ്ഞെ. എന്നാ ഒരു ഭാഗത്താണ് അറിയുന്ന ആള് ഇമ്മ ഇവിടെ ഉണ്ട്. ഇമ്മ പറഞ്ഞുതരാം എന്തൊക്കെ സാമഗ്രികൾ എന്തൊക്കെയാണ് വേണ്ടിയെന്ന് അമ്മ പറഞ്ഞുതരും. കടലമാവാണ് നമ്മളിത് 500 ഉണ്ട്. ഇത് ഫുള്ളും എടുക്കുക. 500 ഗ്രാം കടലമാവ്. പിന്നെ അതിക്ക് രണ്ടാമതായിട്ട് വേണ്ടിയ സാധനം എന്താണ്? അതിക്ക് വേണ്ടിയത് നെയ്യ് വേണം. പിന്നെ ഈ മുട്ട വെക്കില്ല കേട്ടോ, അത് നമുക്ക് പുഞ്ഞതാ. അൽഹംദുലില്ലാ. പിന്നെ കറുത്ത മുന്തിരി വേണം. മുകളിൽ ഇടാനുണ്ടോ ഗൈസ്? പിന്നെ അണ്ടിപ്പരിപ്പ് വേണം. വേറെ ഉപ്പ്. വേറെ ഓയില്. ഇത്ര സാധനങ്ങൾ മതി ഒരു ലഡു ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഇമ്മാന്റെ ലഡുവിൽ അത്ര സാധനങ്ങൾ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല കേട്ടോ. എനിക്ക് കുഴപ്പമില്ല. റവോണ്ട് ഉണ്ടാക്കാൻ പറ്റും, റവലോട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മള് ചടങ്ങിലേക്ക് കടക്കാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ എന്തിലാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്? ഗ്യാസിലാണോ അടുപ്പിലാണോ? ഗ്യാസ് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറഞ്ഞ പണിയുള്ളൂ. അപ്പൊ ഗ്യാസ് ചുരുങ്ങിയ പണിയുള്ളൂ. ഓവർ റിസ്കും കാര്യങ്ങളൊന്നുമില്ല. ഇത് എവിടുന്നാ പഠിച്ചേ? യൂട്യൂബിൽ നിന്ന്. കുഴപ്പമില്ല. എങ്ങനെ ഉണ്ടാവും അമ്മ? കഴിഞ്ഞ പ്രാവശ്യത്തെ ബ്രോസ്റ്റിനെ അടിപൊളിയായ മതി. അടിപൊളിയാവും. മമ്മക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് ഉമ്മാന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ചടങ്ങിലേക്ക് കടക്കണം. ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് റവന്റെ പാക്കറ്റ് അല്ല സോറി എന്താണ് കടലമാവിന്റെ പാക്കറ്റ് നമ്മൾ പൊട്ടിക്കാൻ വേണ്ടി പോവുകയാണ്. പൊട്ടിച്ചിട്ട് ഇതാക്കണം. ഇങ്ങനെ നുരാക്കിയായിട്ട് ഇങ്ങനെ ഇടുക. അളവൊക്കെ ഉണ്ടോ? അല്ല മൊത്തത്തിലോ? നമ്മളോട് അളവ് അരക്കിലോന്നല്ലേ. അപ്പൊ അതിന്റെ അളവ് തൂക്കണ്ടല്ലോ. അളക്കണ്. പിന്നെ ഇത് ഉണ്ടാക്കിയാല് പീപ്പിൾസ്ക്കൊക്കെ കൊടുക്കണം. അപ്പൊ എല്ലാരും ടേസ്റ്റ് ചെയ്യട്ടെ. എല്ലാരും ഉമ്മാന്റെ കലാവിരുദ്ധം എങ്ങനെ ഉണ്ടെന്ന് എല്ലാരും കൂടി ടേസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. കൊണ്ടുപോയി കൊടുത്തിട്ട് മറ്റേ എന്തായാലും ബ്രോസ്റ്റോ നല്ല രസമുണ്ട് ഉണ്ടായിട്ട് കൊടുക്കണ്ടേ? ഇതിപ്പോ 500 എത്ര ഉണ്ടാവും അറിയില്ല. പക്ഷെ ഉണ്ടാക്കണ അത്രത്തോളം നമ്മൾ ഉണ്ടാക്കും. ഇപ്പം പോലെ അലമ്പാട്ടോ ചെറുക്കം. ചില്ലറ ചെക്കണം എന്നല്ല പോം. വേറും പിത്തനെ കൊള്ളി എന്നിട്ട് മേത്തൂടെ കേറാ. പെരിഞ്ചാതി കളിയാണ് ആക്കണ്. മര കാലിന്റെ അടി കൂടെ ആക്കണ് പോണേ. അതെ അവിടുത്തെ കുട്ടികളെ ആ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ദിവസം കോഴിനെ വാങ്ങിയിട്ടാ കൊടുക്കാൻ പിടിച്ചിട്ട് കരഞ്ഞിട്ട് ആഴ്ചക്ക് വേറെ ഒന്നും ഇല്ലല്ലോ. ഗ്ലോ ആയിക്കണല്ലേ? അപ്പൊ എല്ലാം അടിച്ചിരിച്ചാണി അയ്യവാ. എല്ലാവരും ലുക്ക് ഒന്ന് കമന്റ് ചെയ്യും. ഇനി നമുക്ക് വേദിയിലേക്ക് നമുക്ക് മോണ്ടിനെ ക്ഷണിക്കാം. അപ്പൊ ഗൈസ് എന്തുകൊണ്ടാണ് നമ്മൾ കുക്കിംഗ് വ്ളോഗിലേക്ക് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യണാണ് നിങ്ങളെ കുക്കിംഗ് കാണാൻ ഭയങ്കര രസമാണെന്ന്. അപ്പൊ ഡെയിലി ഗൈസ് നമ്മൾ ചിക്കൻ പൊരിച്ചത്, ചിക്കൻ ബിരിയാണി, അതേപോലെ തന്നെ മന്തി ഒന്നും ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമല്ല. വെറൈറ്റി ആയിട്ട് നമ്മൾ പിടിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഗൈസ് നമ്മൾ ഇവിടെ ലഡു ഉണ്ടാക്കാൻ പോണത്. ലഡു ഉണ്ടാക്കാൻ ആദ്യം ഉപ്പ് ഇത് കൂടെ ഇട്ടു. ഇനി
ഉപ്പിട്ടോ? ആ തുള്ളി ഇടും ആ. മധുരം ബാലൻസ് ചെയ്യാനേ. മധുരം ബാലൻസ് ചെയ്യാനേ. ആ കുറച്ചൊക്കെ ഇങ്ങനെ കലക്കാൻ. അല്ല ഇതിന് വെള്ളം അളവും കാര്യങ്ങളൊക്കെ അറിയാതിരിക്കാല്ലേ? അറിയാം. നമുക്ക് ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ട് ഒരു ശീലവും ഇല്ല. അപ്പൊ നമ്മളെ ഇതൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ടാണ് പഠിച്ചത്. അപ്പൊ നിങ്ങളും ഞങ്ങളത് എങ്ങനെയാണ് ഉണ്ടാക്കണത് അതേപോലെ തന്നെ നിങ്ങളും കണ്ട് പഠിച്ച് എന്നിട്ട് നിങ്ങളൊന്ന് മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി നോക്കി. ഇതിന്റെ രുചി എന്താണെന്നൊന്നും നമുക്കറിയില്ല. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാലേ കേസ് നമുക്ക് ഇതിന്റെ രുചിയൊക്കെ എങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പൊ സ്റ്റാർട്ടിങ് പരിപാടി ഇവിടെ തുടങ്ങിക്കാണ്. അപ്പൊ അതിലിട്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് കടലമാവ് ഇട്ടു, പിന്നെ ഉപ്പിട്ടു, വെള്ളം ഒഴിച്ചു, കുറച്ചീച്ച ഇങ്ങനെ ഇട്ടുങ്ങാണ്ട് ഇളക്കുക. എടാ ഇന്നലെ ഇവിടെ ഞാൻ നട്ടപ്പാതിരക്ക് ഒരു സാധനം കൊണ്ടുവന്നീനെ കണ്ടീനിജി? ആരെ തിന്നാനൊരു സാധനം കൊണ്ടുവന്നീനി? കല്ലുമ്മക്കായ കാട്ടി കൊടുക്കേ. അത് കഴിഞ്ഞില്ലേ? ഇല്ല കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഉണ്ടാക്കിയ രസം എങ്ങനെ ഉണ്ടാക്കാന്ന് അറിയില്ലേന്. പിന്നെ യൂട്യൂബൊക്കെ നോക്കി ഇന്ന് ഉണ്ടാക്കി. മോണ്ടൻ പറഞ്ഞ നല്ല രസം ഉണ്ടായിനി. കല്ലുമ്മക്കായ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ടൈം ഉണ്ടല്ലോ നമ്മളിന്ന് കൊളായിനി. പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം അത് മമ്മ അടിപൊളിയായി ഉണ്ടാക്കി. അതാണ് ഫസ്റ്റ് ഒരു വട്ടം കൊളായി കഴിഞ്ഞാല് പിന്നെ നല്ല അടിപൊളിയായി ഉണ്ടാക്കാൻ നമുക്ക് അറിയാം. നമ്മളിത് കണ്ടിട്ട് പോയില്ല. അങ്ങനത്തെ മുതലേ നമ്മൾ കിട്ടിയ കളയാതെ നമ്മളൊക്കെ ഉണ്ടാക്കി നോക്കി. പിന്നെ നമുക്ക് തിന്നാൻ പറ്റില്ല നമ്മള് കുട്ടിയൊക്കെ കൊണ്ടേ കൊടുത്തു. ഓല റെഡിക്ക് ഉണ്ടാക്കി തിന്നും ചെയ്തു. ഓല ഉണ്ടാക്കി തിന്നിട്ടൊന്നുമില്ല, ഓലും കളഞ്ഞത് കേടുന്ന സാധനം ഓല എന്തുണ്ടാക്കി തിന്നാനാ? പിന്നെ ഒരു മിനിറ്റ്, നമ്മളിത് ആദ്യമായിട്ടാണ് ഒന്ന് യൂട്യൂബിൽ നോക്കാലടിയും കൂടിയും കിട്ടിയില്ല. ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് വരച്ചപ്പത്തിന് തന്നെ കണ്ടില്ലേ? നമ്മളന്ന് അങ്ങനെയാണ്. ഫസ്റ്റത്തെ പ്രാവശ്യം ഫ്ലോപ്പായി. പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം നല്ല രസം കേട്ടോ. അത് നമ്മൾ ഇമ്മാൻ അംഗീകരിച്ചു കൊടുത്തിരിക്കുകയാണ്. ഈ സാധനം എവിടുന്ന കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നട്ടപ്പാതിരെ അർഷുവിന്റെ പേരിലാണ് ഗൈസ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കന്മാര് ഇവിടുന്ന് ബേപ്പൂരിന്ന് മീൻ ഇറക്കിയിരിക്കണം. അതായത് ഇനി മീൻ കച്ചവടമായിട്ട് മുന്നോട്ട് പോകാണെന്ന് പറഞ്ഞാൽ മീൻ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിന്റെ പരിപാടികൾ തുടങ്ങിയാണ്. അപ്പൊ ഇഷ്ടം പോലെ മീനുകളുണ്ട്. അതായത് ചെമ്മീനുണ്ട്, എന്താണ് കല്ലുമ്മക്കായ ഉണ്ട്, മീനുണ്ട്. സംഭവം മസ്റ്റായിട്ട് പറയാണ്ട് നമ്മൾ ഇന്നലെ ഇങ്ങോട്ട് കാണിച്ചടാ. വേറെ സംഭവം നമുക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടീനി നമ്മളെ പെരൻ്റെ അങ്ങോട്ട് പോണ വീഡിയോ. അതിൽ കഴിച്ച് നമ്മളൊരു കമൻറ്റ് കണ്ടു. ഇത്തെ കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ റെസ്റ്റോറൻറ്റ് പൂട്ടിപ്പോയില്ലേ, അതേപോലെ തന്നെ നമ്മൾ തുടങ്ങുന്ന എല്ലാ പരിപാടിയും പൂട്ടിപ്പോകുന്നു. ആരെ കഴിച്ച് നിങ്ങളോട് പറഞ്ഞത് നമ്മളെ റെസ്റ്റോറൻറ്റ് പൂട്ടിയെന്ന്? ഇജു പറഞ്ഞോ? പറഞ്ഞോ? ഞാൻ അറിഞ്ഞിട്ടില്ല. ഞങ്ങളോട് ചോദിച്ചാൽ നിൽക്കാണ്. അപ്പൊ മറക്കാണ്. എന്താ അയാൾ അങ്ങനെ പറഞ്ഞു? ഞങ്ങളോട് ചോദിച്ചാണെന്ന് വിചാരിച്ച മറക്കും. ഇപ്പൊ എന്താ നിലവിൽ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഇപ്പൊ ഗ്യാസിന്റെ പ്രശ്നമാണ് നമുക്ക് ഇല്ലത്. അതന്നെയാണ് നമുക്ക് എല്ലാവർക്കും. അടുപ്പിൽ വരെ കത്തിച്ചാൽ നിവർത്തിയില്ലാതെ കുത്തിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പ്രശ്നം തന്നെ. ഈ കാര്യം ഗ്യാസിൽ ഒരു എന്താ പറയുക റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഗ്യാസ്. ആ ഒരു ഗ്യാസിന്റെ ക്ഷാമം തന്നെയാണ് ഗ്യാസ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ ഒരു വട്ടം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ പീടിയ തുറക്കാം. പീടിയല്ല, റെസ്റ്റോറൻറ്റ് തുറക്കാം. പക്ഷെ തുറന്നു കഴിഞ്ഞാൽ എന്താ അറിയോ, അത് ഒരു മാസത്തിന്റെ ഉള്ളിൽ തന്നെ പൂട്ടേണ്ടി വരും. കാരണം ഗ്യാസ് ഇല്ലാതെ നമുക്ക് നമ്മളെ പരിപാടി മുന്നോട്ട് പോലും നടക്കൂല. അപ്പൊ വെറുതെ എന്തിനാ ഒരു വട്ടം തുറന്നിട്ട് പിന്നെ പൂട്ടാൻ നിൽക്കണത്? അതിനാണ് വെച്ചാൽ കഴിച്ച് എല്ലാ പ്രശ്നങ്ങളൊന്നും മാറി നമ്മളെ ഗ്യാസ് ഒന്ന് നമുക്ക് കിട്ടൽ തുടങ്ങിയിട്ട് നമുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മളെ കാലം അത് അടിപൊളിയായിട്ടാണ് പോകൂലേ? അതന്നെ. ഇപ്പൊ ആ പ്രശ്നം ഞാൻ തന്നെ പറയാം. ഇവിടെ തന്നെ ഇപ്പൊ ഞാനൊരു ഗ്ലാസ് വെള്ളം 2 ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെക്കൂല. എന്താ വെച്ചാൽ ഗ്യാസ് ഇല്ലല്ലോ. ആരെങ്കിലും ഇപ്പൊ വന്നമാർക്ക് ഒരു കാര്യം വന്ന വേഗം ഒരു ഗ്ലാസ് വെള്ളം വെക്കണ്ടേ. അപ്പൊ അതിന് ചെലവാക്കാതെ അങ്ങനെ ഒക്കെയാണ്. അങ്ങനത്തെ പഞ്ചാണ് ഇപ്പൊ ഗ്യാസിന്. ഞാൻ തന്നെ മനസ്സാ വാച അറിയാത്ത സംഭവമാണ് ഇന്നലെ കമന്റിൽ വന്നത്. ഞാൻ തന്നെ ആ കണ്ടുമുട്ടി ആരിത് പറഞ്ഞത്? കാരണം നമ്മൾ മൈൻഡിൽ പോലും വിചാരിക്കാത്ത സംഭവമാണ് വന്നത്. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ നമ്മളോട് പറയാം. അപ്പോഴേ നമ്മളെന്നെ അറിയാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും അല്ല കേട്ടോ ഗൈസ്. നമ്മളെ പരിപാടി നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ തുടങ്ങുന്ന നമ്മൾ വിചാരിക്കുന്നത്. അതിന് നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം. നെഗറ്റീവ് നിങ്ങൾ പറയല്ലേ, നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ടിരി. നമ്മളെ സംഭവം ഇവിടെ അയക്കണേ. അതിനത് ഈ എണ്ണ ചൂടാക്കണ്ട ആദ്യം കത്തിച്ചണ്ടേ. ഈ ചട്ടിയിലാണ് ഗൈസ് നമ്മൾ ഇന്ന് ലഡു ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ലഡു ഉണ്ടാക്കുന്ന സാധനം പൊരിച്ചണ്ടേ? ആ മാവ് നമുക്ക് പൊരിച്ചെടുക്കണം. ശരി, അങ്ങനെ ഇത് എന്തെണ്ണയാണ്? നല്ലെണ്ണയാണോ വെളിച്ചെണ്ണയാണോ ഓയിലാണ്? പെട്രോളിന്റെ മാതിരി. അത് പറഞ്ഞു കൊടുക്കുക ആൾക്കാർക്ക്. അല്ലെങ്കിൽ ആൾക്കാർ പെട്രോൾ എന്താ ഒരു കളറാണല്ലോ. അപ്പൊ എന്താ ഒരു പേര്? കളറല്ല, എന്തോ ഇത് എന്താണ് സാധനം? ഓയിൽ, ഫാം ഓയിൽ ഉണ്ട്. അതേപോലെ തന്നെ ഫാം ഓയിൽ. അപ്പൊ ആൾക്കാർക്ക് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഗൈസ്
കുട്ടികൾ ഉണ്ടാക്കി നോക്കുന്നുണ്ട്. അപ്പൊ നമ്മള് കറക്റ്റ് അതിന്റെ രീതിയിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് correct പറഞ്ഞു കൊടുക്കണം അമ്മ. ആയിക്കോട്ടെ. അല്ല മുണ്ടാതെ ഇതാക്കരുത് ട്ടോ. ഇപ്പൊ കണ്ട എണ്ണയാണ് എഴുതും. അതാണ് പറഞ്ഞത്. ഞാൻ സംഭവം എന്താണ് പറഞ്ഞു കൊടുക്കാൻ. പാമോയിൽ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത്. അതിമ്മ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോ അതിന്റെ ഒക്കെ പേര് പറഞ്ഞു കൊടുക്കണേ. അപ്പൊ ഓക്കെ, അങ്ങനെയാണ് guys സംഭവം ചെയ്യേണ്ടത്. കാരണം എന്താ അറിയോ, ഇത് ഉമ്മ മുണ്ടാതെ എന്താണ് ഇതിട്ട് പരിപാടി കഴിഞ്ഞു അന്നാ സാധനം പറഞ്ഞു. അപ്പൊ ആൾക്കാർക്ക് നമ്മളെ പ്രേക്ഷകർ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് കുക്കിംഗ് വ്ലോഗ് വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അതായത് ഓൾക്കും വെറൈറ്റി അല്ലെങ്കിൽ സാധനം നമ്മളത്, അതായത് നമ്മളെ നാട്ടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ പുറത്തുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാവില്ല. അപ്പൊ ഓൾക്കും ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഓൾക്ക് പറഞ്ഞു കൊടുക്കണം. മനസ്സിലായി? അല്ല മുണ്ടാതെ എന്നിട്ട് സാധനം ഉണ്ടാക്കി പോയിട്ട് ഒരു കാര്യമല്ല. ഗൈസ് അവിടെ എണ്ണ വെച്ചോണ്ടിരിക്കുന്നത്, കൊമളകൾ വരുന്നോണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ചൂടാട്ടെ അപ്പൊ ഒഴിച്ചിട്ടേ ഉള്ളൂ. അതിനെ ചൂടാവട്ടെ, ഒന്നിട്ട് തിളക്കട്ടെ അല്ലേ? ടൈം ഏകദേശം ഒരു 6:30 ടൈമായി ഗൈസ്. 6:30 മണി ടൈമായി. ഇമ്മ ഇത് എന്താ കാട്ടേണ്ടത്? എന്താണ് ഇത്? നമ്മള് ഇതിൽ കൂടെ പോണം. ഇത് കൂടെ പോവില്ലേ? ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ തുള്ളിയും കൂടി നമുക്ക് കുറുക്കേണ്ടി വരും. പോണ്ടല്ലേ? വല്ലാതെ പോകുന്നില്ല. അങ്ങനെ ഈ നുറുനുറു ഇതാവണല്ലേ? തുള്ളി വെള്ളം കഴിച്ചേണ്ടി തോന്നുന്നു, അല്ലെങ്കിൽ പോകാൻ ബുദ്ധിമുട്ടില്ല. ഇല്ല, കുറച്ച് മെല്ലിച്ച് പോയാ പോരെ. അപ്പൊ പറ്റ വെള്ളം പോലെ ആവൂലേ? എന്താ ഉമ്മമാന്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുമ്പോ? അഭിപ്രായം ചോദിച്ചാൽ ആ ഓട്ടി കൂടെ ചോർന്ന് പോകണ്ടേന്നുള്ളൊരു ഇതുള്ളൂ. മതി. ഒരടപ്പ് പറഞ്ഞത് ഇന്നലെ മതിന്ന്. അപ്പൊ അതുകൊണ്ട് ലെവലാ നോക്കാം നമുക്ക്. ഏറിയാ പിന്നെ എടുക്കാൻ കിട്ടൂലല്ലോ. ഇതിന്റെ കാര്യത്തിൽ ഗൈസ് ഞങ്ങളൊന്നും പറയുന്നില്ല. കാരണം പറഞ്ഞാൽ ഇത് അറിയണതും അതായത് ഉണ്ടാക്കി നോക്കാൻ പോണത് ഇമ്മയാണ്. കാരണം ഇമ്മ അത് പരീക്ഷിച്ച് നോക്കട്ടെ. നമുക്ക് അതിൽ സപ്പോർട്ട് ചെയ്ത് നിന്ന് കൊടുക്കാം. അടിപൊളി ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപകാരമല്ലേ? ഇടക്കിടക്ക് ലഡു കഴിക്കാലോ അല്ലേ? എണ്ണ തളച്ചേ നിക്കേ. ഗൈസ് നമ്മള് പരിപാടി തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ബോംബ ഉണ്ടാക്കണേ ചെലപ്പോ ബോംബ് ആവും. അപ്പൊ ഇങ്ങനെയാണ് ഒന്നും കൂടി ഒരു ഇതാകണല്ലേ? നുറുഞ്ഞാണോ? ഒന്നും കൂടി അല്ല അതൊന്നും ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ആവുണ്ടല്ലോ. അല്ലെങ്കിൽ അതും കൂടി കോരി എടുക്കണ്ടേ? സ്പൂൺ എടുക്കട്ടെ, ഒഴിച്ചും അങ്ങനെ ഇറക്കി കൊടുത്താല്. വേണ്ട. ഉമ്മ ഷെഫ്, മെയിൻ ഷെഫ് ഇവിടെ ഉണ്ട്. അപ്പൊ അസിസ്റ്റന്റ് ആയിട്ട് ഒരാൾ ആവശ്യമില്ല എന്നാണ് ഉമ്മ പറയുന്നത്. പിന്നെ എന്ത് കാര്യത്തിലും ഉമ്മമ്മയാണ് മുന്നിൽ എന്നിട്ട് ഇപ്പൊ ഈ ലഡുവിന്റെ കാര്യം വന്നപ്പോലെ അതെ തളച്ച എണ്ണയാണ് കൈമ തട്ടിയാൽ അത് ആകെ പണിയാവും. പിന്നെ ഞാൻ കാട്ടി അറിയുമ്പ അതല്ല അനു അവിടെ ആക്കണ വേറെ ഒരു കയ്യില് കൊട്ടക്കയില് എടുത്ത കൊട്ടക്കയില്. അതായത് എന്താടാ അതൊക്കെ തീക്കുള്ളൂ. കൊള്ളൂല, പറ്റൂല. അതിന് പറ്റുന്ന ഇതാണ്. ഇങ്ങനെ കായ്സ് എടുക്കുക. കണ്ടില്ലേ? ഇങ്ങനെ എണ്ണീന്ന് ഇങ്ങനെ എടുക്കുക. എണ്ണീന്ന് ഏകദേശം 1 മിനിറ്റ് പോലും ആവണ്ട. അതായത് ജസ്റ്റ് ഒന്ന് മൊരിയെന്ന് നിങ്ങൾക്ക് തോന്നൂലേ? ആ ടൈമിൽ തന്നെ നിങ്ങൾ എടുക്കുക. സംഭവം ഇതാണ് ഗൈസ് സാധനം. അതിലൊന്നും ഇട്ടിട്ടില്ലല്ലേ പറയുമ്പോ? അങ്ങനെ ഇത് ഫുള്ള് കഴിക്കണം കേട്ടോ ഗൈസ്. നമ്മള് ഇനി ഇതിങ്ങനെ ടൈം ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. കുഴപ്പമില്ല. ആയാലും വലുതായാലും നമ്മളൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ആക്കും. ഇത് ഇനി മിക്സിയിൽ ഇടുവോ? ഒന്ന് ക്രഷ് ഒന്ന് ചെറുതാക്കി അങ്ങനെ ആക്കണം. ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോളൂ. അതായത് നമ്മൾ ഇങ്ങനെ പൊരിച്ചെടുത്തിട്ട് മാത്രം കഴിയില്ല, മിക്സിയിലിട്ട് അരക്കും കൂടി ആണെന്നാണ് ഇമ്മ പറയുന്നത്, മെയിൻ ഷെഫ് പറയുന്നത്. ഒരൊറ്റ പൊടി. ഉമ്മ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കാഴ്ച അമ്മമ്മ എവിടുന്നേലും കണ്ടുക്കണോ? ഹോട്ടലിൽ പോയി നമ്മൾ ചായ കുടിച്ചു പോയിരുന്നല്ല. ഇതൊക്കെ നമ്മളെ അടുക്കളയിൽ പോകുമോ? ലഡു ഉമ്മക്ക് എന്താന്ന് മനസ്സിലായോ? പിന്നെ ഒരു സങ്കടായ കാര്യമാണ് ഈ ലഡു. പണ്ട് അതിപ്പോ പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവും. അത്രത്തോളം എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ലഡു പറഞ്ഞ സാധനം. കാരണം മോണ്ടനെ പള്ളയിലുണ്ടായിന്, എനിക്ക് തിന്നാൻ പൂതിയായിന്. പക്ഷെ എനിക്ക് കിട്ടിയില്ല. അന്ന് ഞാൻ ഇവിടെ അല്ലേ മൈസൂരാ? അവിടെ പറഞ്ഞിട്ട് വാങ്ങി തന്നില്ല. പിന്നെ ഇവിടെ വന്നിട്ട് ചെറിയാപ്പാപ്പല്ലേ, ചെറിയാപ്പാപ്പയെ വാങ്ങി തന്നെ. രണ്ടാമത്തെ മകൻ. പിന്നെ നമുക്ക് ഈ പള്ളിയിലുണ്ടാവുമ്പോ പൂതിയുള്ള സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു ഇടങ്ങേറാണ്. അന്ന് തൊട്ട് പൂതി, നിങ്ങൾ എപ്പോഴും പറയാലോ മധുരം എപ്പോഴും തിന്നുന്നേ. അന്ന് മുതല് മധുരത്തിനോട് പൂതിയോ
തോന്നിയതാണ്. നിങ്ങൾക്ക് ഒരു കഥ കേൾക്കണോ? താത്താക്ക് മസാല ദോശക്ക് ഭയങ്കര പൂതിയേനി. അതില് ഇവിടെ ഒന്നും കിട്ടാനില്ല. അതിന് ഞാൻ ഒരിക്കൽ ജോസിലാട്ടി അവിടെ പോയതാണ്. ഞാൻ അവിടുന്ന് ആസ്പത്രിയിൽ നിന്ന് പോയിട്ട് അവിടുന്ന് നിലമ്പൂർക്ക് ബസ് കയറിയിട്ട് അവിടുന്ന് 2 ഇത് വാങ്ങിയാണ്ട് കൊടുത്തു 37 മുന്നിൽ ലേസം ഇതാ സാധനം ഇച്ചു അഡേയായിരുന്നു. താത്ത ഈ വീഡിയോ കാണുമ്പോ ഓർക്കണം മോളെ ഞാനിത് നിലമ്പൂര് പോയിട്ട് വാങ്ങി കൊടുക്കുന്ന മുതലാണല്ലോ. എന്നിട്ടാണല്ലോ എനിക്ക് മസാല ദോശക്ക് ഇത്ര പൂതി അറിഞ്ഞിട്ടല്ലേ ഞാൻ പോയി വാങ്ങിയത്. ഞാനും പണ്ട് ബാംഗ്ലൂർ പോയ ടൈമേ മസാല ദോശ ഞാൻ ബാംഗ്ലൂരിനാണ് ആദ്യമായിട്ട് തിന്നണത്. ബാംഗ്ലൂരിൽ ഇവിടുത്തെ വ്യത്യാസം ഉണ്ടോന്ന് എനിക്കറിയില്ല. മസാല ദോശ പറഞ്ഞു ഒരു ദോശയും കൊണ്ടുവന്നു, പിന്നെ അതിന്റെ ഉള്ളിൽ വേറെ സാധനം കൊണ്ടുവന്നു, കുറെ പച്ചക്കറി പോലത്തെ സാധനം കൊണ്ടുവന്നു. നമുക്കറിയാം നമ്മള് മസാല ദോശ കാണുമ്പോ എന്തൊക്കെയാ വലിയ കിടിലൻ സാധനമാണ്. അത് തിന്ന് നോക്കിയപ്പോഴാ മനസ്സിലായത് 5 പൈസക്ക് ഇല്ലാന്ന്. ഞങ്ങള് മംഗലാപുരത്ത് പോയില്ലടാ, ഞാനും ഇമ്മൊക്കെ പാടെ, ഞാനും ഉമ്മയും കൂടി. അപ്പൊ അന്ന് പോയപ്പോ ഉമ്മക്ക് അവിടുന്ന് വാങ്ങിക്കൊടുത്തില്ല. അന്ന് മസാല ദോശ രസമുണ്ടായിനി. ഞങ്ങളാണെങ്കിലും വെജിറ്റേറിയനിലേക്കാണ് പോയി പെട്ടു. ഞങ്ങള് കാര്യമായിട്ട് എന്തെങ്കിലും തിന്നാ വിചാരിച്ചാണ് ഞങ്ങള് കേറി. ഇപ്പൊ ചോദിച്ചാലും അറിയാതാ ഇമ്മമ്മ ഞങ്ങള് ഇവിടെ മംഗലാപുരത്ത് പോയ ടൈമില് രാവിലെ പയിച്ചിക്കണ്. അപ്പൊ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ തിന്നാ വിചാരിച്ചിട്ട് നല്ല സ്ഥലത്തേക്കല്ലേ പോണേ. നല്ല ചിക്കനും മീനൊക്കെ തിന്നാ വിചാരിച്ചാണ് ഞങ്ങളൊരു ഹോട്ടലിൽ കയറി. കഴിക്കാൻ എന്തൊക്കെയാണ് ഫുള്ള് വെജിന്റെ ലിസ്റ്റാണ് തന്നത്. പിന്നെ നോക്കിയാൽ മനസ്സിലായത് വെജിറ്റേറിയൻ ഹോട്ടലിലേക്കാണ് കയറി പോയിക്കണത്. ഉമ്മ പറഞ്ഞിന് ഷവായ വേണം, മറ്റേത് വേണം, ബ്രോസ്റ്റ് വേണം, മറിച്ച് വേണം എന്നൊക്കെ പറഞ്ഞിന്. എവിടെ അവസാനം വെജിറ്റേറിയൻ. പിന്നെ അവിടെ ഇറങ്ങി പോകാനും മോശമല്ലേ. പിന്നെ ഞങ്ങളവിടെ തയ്യാറെടുത്ത് തിന്നു പോകുന്നു. അടുത്ത പ്രാവശ്യം നല്ല വീമ്പൊക്കെ ഇട്ടാണ്ട് കയറി പോയതാണ് ഗൈസ്. മൂഞ്ചി പോയി. എന്തായാലും ഗൈസ് ഈ റൗണ്ട് ഒന്ന് ഫില്ലപ്പ് ആവട്ടെ. അതായത് ഈ കാണാൻ മൊത്തം സാധനങ്ങളും നമുക്ക് അതിക്ക് തീർക്കാനുള്ളതാണ്. അതൊക്കെ ഒന്ന് ലെവലപ്പ് ആയി കിട്ടണം അല്ലേ മമ്മ? മമ്മക്ക് പൂതിയ ഉണ്ടല്ലോ ലഡു കഴിക്കാൻ. പൂതി വെച്ചപ്പോ ഉണ്ടാക്കുമ്പോ നമുക്ക് നാവില് വെള്ളം ഉറണ്ടാ നാവടിക്കാം. അങ്ങനെയൊന്നുമില്ല. എന്നാലോ എന്തായാലും ഗൈസ് നമ്മള് വെയിറ്റ് ചെയ്തിരുന്നോണ്ട് കാണുന്നതാണ് ഗൈസ്. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ ഉമ്മ അറിയിക്കണേ പതിയെ 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 അല്ലേ. അങ്ങനെ ഗൈസ് നമ്മുടെ എണ്ണയില് ആ ഒരു സംഭവം എന്ത് പൊടിയാണ് മമ്മ? മൈദപ്പൊടി അതോ കുമ്മായല്ലോ? എന്തായാലും എന്ത് പൊടിയാണ്? പഞ്ചസാര കടലപ്പൊടി കഴിച്ച് നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുത്ത് പൊടി ഇടമ്മ. അതാ ഇവിടെ ഇനി അടുത്ത പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് പഞ്ചസാര കുറുക്കിയെടുക്കലാണ് അല്ലേ. പഞ്ചസാര അവിടെ പഞ്ചസാര ഉണ്ടോ? ഇനി പഞ്ചസാര ഇല്ലാന്ന് പറഞ്ഞാണ്ടല്ലോ. പഞ്ചസാര വാങ്ങിക്കൊണ്ടല്ലോ. ആണോ? പിന്നെ ഗൈസ് വേറൊരു കാര്യം പറയാണ്ട് നമ്മള് ഒന്ന് റൂമേറ്റം പോയില്ലേ ബാ. നമ്മളെ ഗൈസ് അതിന് കൗത്തുക മണിയുടെ ഉണ്ട് പുതിയ പൂച്ചക്ക് വേണ്ടിയിട്ട് ഗൈസ് വേറൊരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. തൊട്ടിലുണ്ടാക്കിയിരിക്കുന്നത് ഇതാണ് നമ്മളെ പൂച്ചേൻ്റെ തൊട്ടിൽ കേട്ടോ. ഇവിടെ ഇങ്ങനെ കടത്തി ഉറക്കുമ്പോൾ ഉറങ്ങുന്നാണ് ഇമ്മ പറഞ്ഞത്. പക്ഷെ ഉറക്കൊന്നും അതിൽ കാണാനില്ല. ഇതാണ് അവിടെ നമുക്ക് കാണാനുള്ളത്. പിന്നെ ഇതിലും വലിയ സംഭവം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാൻ പറ്റാത്തതുകൊണ്ടാണ് കോഴിക്കൂട്ടിൽ കൊതുക് തിരി. നിങ്ങൾ ഇങ്ങനത്തെ വല്ല സംഭവം കണ്ടിക്കണോ? നമുക്ക് ഇമ്മമാരോട് ചോദിച്ചു നോക്കാം. കോഴിക്കൂട്ടിൽ കൊതുക് തിരി നമ്മൾ കണ്ടിക്കണോ? കണ്ടില്ലേ? ഇപ്പൊ കണ്ടു. കോഴിക്കൂട്ടില് കഴിച്ച് നിങ്ങളൊന്ന് പറയണം. കോഴിക്കൊക്കെ കൊതുക് അടിച്ചെന്നുള്ളതുകൊണ്ടല്ലേ അമ്മ? ഞാൻ മിഞ്ഞാന്ന് പറഞ്ഞില്ലേ എന്റെ കോഴിക്കളെയും പൂച്ചാളെയും ഒന്നും കൊതുകൊന്നും കൊടുക്കൂലെന്ന്. ഞാൻ അവിടെ പോയി വന്നപ്പോ ഇന്നെ ആകെ കടിച്ച് തിന്നിക്കണ്. ഇവിടെ 24 മണിക്കൂർ നമ്മൾ കണ്ടോ കൊതുക് തിരി കത്തിച്ചണ്. എന്താന്നറിയില്ല, ഭയങ്കരമായ കൊതുക് കിട്ടോ. മഴക്കാലാണ് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഭയങ്കര കൊതുക് കണ്ടില്ലേ? ഈ പറഞ്ഞ കൊതുകാണ് പാറ്റി. അത് പാറ്റിയാണ്. കൊതുക് ഉണ്ട് കഴിച്ച്. ഉമ്മമാക്ക് എന്താണ് ഈ കൊതുകിനെ പറ്റി പറയാനുള്ളത്? ഇപ്പൊ ഈ പുതുമഴ വരില്ലേ, ഇനി കുറച്ച് കൊതുക് വരുമോ? നല്ല മഴ അടഞ്ഞ മഴ പെയ്യുമ്പോ ഇറ്റേക്ക് പുറത്തിറങ്ങ അങ്ങനെ കൊറേ ചത്തുപോകും. അതുവരെ ഞാൻ ഒരു കാര്യം പറയട്ടെ, അതൊന്നല്ല മെയിൻ ആയിട്ട്. ഞാൻ ഇപ്പൊ ഇന്നലെ നമ്മള് വറകും തട്ടിന്റെ അവിടെ പോയതാ. അവിടെ മുറ്റത്ത് ഇറങ്ങാൻ പറ്റും. അതല്ല ഞാൻ പറഞ്ഞത്. വറകും തട്ടിന്റെ അവിടെ പോയപ്പോണ്ട് അവിടെ ഉണ്ട് മറ്റേ ഏതോ പൊട്ടിയ ബക്കറ്റിലുണ്ട് വെള്ളം നിറഞ്ഞ അതിൽ കുറെ കോഴിക്കളും കൊതുക് മുട്ടിട്ട്. അതെ, വല്ല ജന്തുക്കളും വന്ന് കുടിപ്പോ മഴ പെട്ടെന്ന് പെയ്തല്ലേ, വല്ല ജന്തുക്കളും വന്ന് കുടിച്ചു പോയിക്കോട്ടെ. ചട്ടിയിലെ ചട്ടിയില് വെള്ളം ഒഴിച്ച് വെച്ചേക്കല്ലേ, അതിൽ കൊതുക് മുട്ടടിക്കണേ. കൊതുക് മുട്ടടിക്കണേ. അതേപോലെ തന്നെ നമ്മളെ വണ്ടിന്റെ ടയർ ഒക്കെ ഉണ്ട് കഴിച്ച അവിടെ കൊതുക് മുട്ടട്ടോണ്ട് നല്ല കൊതുകുണ്ട്. ഇന്ന് മറ്റേ ഇയാള് വന്നപ്പോ തന്നെ കണ്ടില്ല ജി, കൊതുക് തിരില്ല അവിടെ നിക്കാൻ പറ്റില്ല. എങ്ങനെ നമ്മൾ ഇവിടെ നിക്കണെന്നാ ചോദിച്ചത്. ഞാൻ കൊതുക് എത്തിച്ചു കൊടുത്തു. ഏലക്കായ ഇട്ടു. ഇനി ഒരു 3-4 ഏലക്കായ ഇട്ടു. രസം ഒന്ന് ക്രഷ് ആകാൻ തുള്ളി പഞ്ചസാര ഇട്ട് കൊടുക്കണ്ടേ. അപ്പൊ കുറുക്കിയെടുക്കാനല്ലേ
എടാ കുറുക്കല്ലുണ്ട് ഇതൊന്ന് ഏലക്കായി നമുക്ക് പൊടിഞ്ഞിട്ടണ്ടേ. അപ്പൊ ഗൈസ് നമ്മളെ സുജാതന്റെ മിക്സിയിൽ ആദ്യത്തെ അടിയാണ് ഇവിടെ അടിക്കാൻ പോണത്. അല്ല അതിന് മുമ്പ് ഞാൻ അടിച്ചീന് വീഡിയോയില്. എന്താ അടിച്ചീന്? നാളിപ്പോ എന്തോന്ന് നമ്മൾ ഉണ്ടാക്കി അപ്പുറത്തെ അമ്പലോ കളിയാണ് അവിടെ. വല്ലാത്തൊരു ചെങ്ങ എന്താ പരിപാടിയാന്ന് പറഞ്ഞത്? എന്താ മേപ്പട്ട് കയറ്റി അത് അമ്പലത്തെ പരിപാടി പോലെയാണ് ഗൈസ്. ഇപ്പം കഴിച്ച് എന്ത് പിത്തനപുള്ളി ഒക്കെ ഞങ്ങള് വിടൂല. അതിന്റെ ഉള്ളിൽ പോയിക്കോട്ടെ ആകെ ഒച്ചയും വിളി. അത് ആ കുട്ടികൾ കളിപ്പിച്ചതാണ് കോഴിക്കളെ പിന്നെ പൂച്ചകളൊക്കെ ആ കുട്ടികൾ നമ്മള് ഈ പൂച്ചനെ കൊണ്ടുവന്നിട്ടല്ലോ ആ ചെറുക്കന് ഒരു സ്വൈര്യല്ല. ആ ചെറുക്കന് ഇത് കൂടെ പോകുമ്പോഴും നമ്മളെ ഗ്രൗണ്ട് മൂന്നാമത്തെ വെള്ളത്തിനാണ് പോന്ന് വന്നു പോയപ്പോ വന്നു ഇപ്പൊ അങ്ങോട്ട് തിരിച്ചു പേടിക്ക് തിരിച്ചപ്പുറം വന്നു. ഒരു സമാധാനം ഇവിടെ കോല പൂച്ചനെ കിട്ടിയോണ്ട് ആ പൂച്ചക്ക് സ്വർഗാന്ന് ഓൽക്ക് അറിയാം. അപ്പൊ ഗൈസ് അങ്ങനെയാണ് നമ്മളെ പരിപാടി. ഓണാക്കട്ടോ സുജാതന് മിക്സ് ചെയ്യണ്ട് വലിയ ഒച്ചയും വിളി ഉണ്ടാവില്ല. കേട്ടോ കഴിഞ്ഞു. ആലോചിക്കുക ഗൈസ്, ഇത് സുജാതന്റെ പ്രൊമോഷൻ അല്ല കേട്ടോ ഗൈസ്, ഇത് സംഭവം അങ്ങനെയാണ്. കണ്ടില്ലേ നിങ്ങൾ തന്നെ അതിന്റെ പവർ നോക്കി നിങ്ങള്. ഇതിപ്പോ നമ്മളെ മറ്റേ മിക്സി ആണ് ഇമ്മ എത്ര അടി അടിച്ചേണ്ടി പറഞ്ഞാണി? അതാകുമ്പോ ഇതിപ്പോ ഒരടിയല്ലേ അടിച്ചു 2-3 അടി അടിച്ചാൽ പൊടിച്ചതുകൊണ്ട് പഞ്ചസാര പൊടിച്ചതല്ലേ, അല്ലെങ്കിൽ ഒക്കെ നല്ലവണ്ണം ഇറക്കണം. ഇല്ല ഇത് അടിപൊളിയാണ് കണ്ടോണ്ടി. ഇനിയിപ്പോ അവിടെ വരാണ്ട് ഇനി ഇത് കണ്ടോണ്ടി, ഇത് പൊടിച്ചിട്ട് എങ്ങനെ കണ്ടോളി. പിന്നെ എടുത്തത് നമ്മൾ ഇനി പഞ്ചസാര കൊടുക്കാട്ടോ. നമുക്ക് കുറച്ച് തോന പഞ്ചസാര വേണം. മധുരം വേണ്ടേ? പിടിച്ചാ ഞാനിപ്പോ വരാം. അതിന് അവിടെ അവിടെ ഇട്ട് പറ്റേ താഴെ കൊണ്ടിട്ട് പോര്. എത്ര കപ്പ് പഞ്ചസാര ഇടണം? 2 കപ്പ് പഞ്ചസാര. ഷുഗർ ഇതല്ലേ ലഡുവിന് മധുരം വേണ്ടേ? മധുരമില്ലാത്ത ലഡു ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഇല്ലേ? ഇത്രക്കോ ഇന്റെ ട്രെയിനർ ഒന്ന് കാണണം വേണ്ട അത്ര വേണ്ടേ? അല്ല യൂട്യൂബിൽ കണ്ടോ ഇങ്ങനെയാണോ? പഞ്ചസാര ഇടുന്നുണ്ട്. അല്ല നമുക്ക് വേണമെങ്കിൽ ലേസം കുറച്ചാലും ലഡുവില് മധുരം വേണം. പക്ഷെ ഇത്രക്ക് മധുരം ഇട്ട് കഴിഞ്ഞാല് ചിലപ്പോ സീനാവും. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. 1 മാസം ഡയറ്റ് പച്ചക്കറിയും ഇതൊക്കെ കൂട്ടിയിട്ട് ഒരൊറ്റ അടിക്ക് 1.5 കിലോ പഞ്ചസാര അടിച്ച് കയറ്റണ വായിക്കാണിത്. ഇതാണോ കുറച്ച്? ഇത്രക്കൊന്നും വേണ്ട, ഒഴിവാക്കി കളി. ഉരുക്കും പഞ്ചസാരയിൽ ഒരുക്കുള്ളൂ. അതന്നെ അതല്ല പുതുമല്ലോട്ട് പിന്നെ മധുരല്ല അറിങ്ങള് മതി. ലേസം മധുരണ്ട്. അല്ല തേനൊന്നും ഇടൂല. അല്ല ഇതിന് പകരം തേനാക്കി എങ്ങനെയാണോ? വെറൈറ്റി സാധനം. തേനാകുമ്പോ നാച്ചുറൽ ആണ്. ലഡുവിന്റെ ടേസ്റ്റ് മാറും. വെറൈറ്റി ലഡു നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മനസ്സിലാ. പടച്ച റബ്ബേ, ഇത് കഴിച്ച് എന്താവും നമുക്ക് കണ്ടു തന്നെ അറിയാട്ടോ. പഞ്ചസാരന്റെ ഒരു വണ്ടി മറിഞ്ഞിക്കണം അവിടെ. ഞാൻ ഒരു കാര്യം ചോദിച്ചു, പിന്നെ എന്തിനാ ഇപ്പൊ അവിടെ പൊടിച്ചിട്ടത്? ഒരു തുള്ളിയല്ലേ പൊടിച്ചിട്ടുള്ളൂ. എത്ര മധുരം പോയി. അപ്പൊ ആകെ മധുരായി ഗൈസ്. നമ്മളെ ജിമ്മ് പോക്കും ഞാൻ നിർത്തി ജിമ്മ്. എന്തിനാ ജിമ്മ് പോണ ഇങ്ങനെ നിന്നിട്ടാണെന്നുണ്ടെങ്കില്? എടാ അപ്പൊ നിങ്ങൾ കടയിലൊക്കെ ഉണ്ടാക്കണ കണ്ടിക്കണോ? യൂട്യൂബിൽ തന്നെ താത്ത എത്രയാണോ എടുത്തത്? പക്ഷെ ഞാൻ ഇത് കുറച്ചെടുത്തിട്ടുള്ളൂ. ഇതാണോ കുറച്ച്? അപ്പൊ ആ താത്ത ഉണ്ടാക്കി എത്ര ഉണ്ടാവും? അതിനെന്താ പറയാ? പച്ചക്കറി പച്ചക്കറി ഞങ്ങള് ഇത് കണ്ടോ, ഈ കാണാണ്ടോ? കുക്കുംബറാണ് ഈ കാണണേ. പിന്നെ കഴിഞ്ഞു. ഞങ്ങള് കേസ് ക്യാരറ്റ് കുക്കുംബറൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് മുറിച്ച് ഇങ്ങനെ തിന്നലാണ്. മുന്നക്ക് ഇവിടെ വന്നാ ഡയറ്റും അവിടെ പോയി കഴിഞ്ഞാൽ സാധാ ഫുഡും നല്ല ഡയറ്റില്ല. പിന്നെ ഇവിടെ ഞാൻ ചെക്കന് വെജിറ്റബിളും ഇതൊക്കെയാണ് പാവുണ്ടേക്കാം നോക്കാം. എന്നാലും ആദ്യമൊന്നും മാണ്ട മച്ച് കഷ്ണൊന്നും വേണ്ട. ഇപ്പൊ കഷ്ണം ഉണ്ടോന്നാ ചോദിച്ചു. ഗതികേടോട് പച്ചക്കറി ഇന്നലെ പച്ചക്കറി ഒന്നും കൂട്ടില്ല. അല്ല ഓനെന്താ ഇതൊന്നും പറ്റൂല. ഓന് പച്ചക്കറി ആക്കിക്കൂടെ? ഓന്റെ പച്ചക്കറിയൊക്കെ തന്നെ ഇപ്പൊ വരുന്നേ. ഇത് കൊടുക്കാൻ കൊറേ ടൈം എടുക്കുമ്പോ ഗ്യാസ് കത്തിച്ചണോ? ഉണ്ടല്ലേ, ഞാൻ ഇത് കാണണൊന്നുമില്ല. ഇത് ഇനി അല്ല ഇതായി കഴിഞ്ഞ നെക്സ്റ്റ് പ്ലാനിങ് എന്താ? അടുത്ത പരിപാടി പ്ലാനിങ് ഉണ്ടോ? എന്ത് ഇതിൽ കഴിച്ച് നമ്മൾ ഉമ്മമാരെ കൂട്ടിച്ചേർക്കാത്ത എന്താ വെച്ച് കഴിഞ്ഞാല് ഉമ്മമാക്ക് സംഭവം പറഞ്ഞു കൊടുത്താ ചെയ്യൂലേ? അത് ഉണ്ടാക്കി പോട്ടെ, ഒരാളുണ്ടാക്കിയാൽ മതിയല്ലോ. മോട്ടാ എന്നാ പൊടിച്ച സാധനം
പിന്നെന്തിനാ പൊടിച്ച് അയക്കൂടാനാണെങ്കിൽ എടാ ഇത് ഏലക്കായ നമുക്ക് പൊടിച്ചണ്ടേ അതിന്. ഈ ഏലക്കായ മാത്രം എന്നാ പൊടിച്ച പോലെ അങ്ങനെ പൊടിയില്ല. എന്തേലും ആക്കട്ടെ. ആ നിങ്ങൾ കുറച്ച് സ്വൈരം തരുടാ. തന്നു ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ അതൊന്നും മുണ്ടില്ല ഉണ്ടാക്കട്ടെ. നമ്മളിത് അപ്പൊ guys, ആദ്യമായിട്ടാണ് നമ്മള് പഞ്ചസാര പൊടിച്ചുമ്പാട് ഇതൊക്കെ കൂട്ടി ചേർത്തുട്ടോ. പഞ്ചസാര ഏലക്കായും കൂടി പൊടിച്ചത് ഒരു 3 ഏലക്കായും പിന്നെ കുറച്ച് പഞ്ചസാരയും അതും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ടിക്കണം. ഏലക്കായ മുന്തി കിടക്കുന്നത് ഒന്ന് നല്ലോന്ന് ഉരുക്കണം. ചെയ്യണം. നല്ലോന്ന് ഉരുക്കട്ടെ എന്തായാലും അല്ലേ, മിക്സ് ആവട്ടെ. പിന്നെ ഇത് കുഴപ്പമില്ലാത്ത രീതിക്ക് രസമുണ്ട് കേട്ടോ ഗൈസ്. ഇങ്ങനെ നമ്മൾ അരിമണി തിന്നണ കുഴപ്പമില്ല. മമ്മക്കാണോ ഒരു ദിവസം വെച്ച് നോക്കിയോ? ഈ ചമ്പട്ടിയിലാക്കല്ലേ, മറ്റേ കൊള്ളൂലല്ലോ. എന്താ അവസ്ഥ? തിരക്കല്ല. ലഡു ആയോ? ലഡു അയച്ചാല് ഉച്ച അതിനെ പറ്റി അറിയില്ല. ലഡു എന്താ എന്നാണ്. അപ്പൊ ലഡു ഒന്നുമില്ല മമ്മ ഇത്രയും കാലം ലഡു? മനസ്സിലാകായിട്ട് എന്താ ലഡു എന്താണ് ആർക്കാ പറയാത്തത്? ലഡു ഇതൊന്നും ആയിട്ടില്ല മമ്മ. ഇത് വെറുതെ പൊരിച്ചെടുത്തുള്ളൂ, മധുരം കൂടി ഇട്ടിട്ടില്ലല്ലേ. ലഡുഞ്ഞ് വരാൻ കിടക്കണുള്ളൂ, നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാൻ കഴിയും. അടുത്ത കാഴ്ച നമ്മൾ അടുത്ത കുക്കിങ്ങിൽ ഇമ്മമാന്റെ റെസിപ്പി ആവും. അതാവുമ്പോ ഇതുവരെ കാഴ്ച ഇമ്മ പണിയെടുക്കാണ്. അടുത്ത കുക്കിങ്ങിൽ ഇമ്മ മൂലയ്ക്കും ഇമ്മ മെയിൻ നോക്കിയാ മെയിൻ ക്യാരക്ടർ അല്ലേ, മെയിൻ ഷെഫ് അല്ലേ അടുത്തില്? അങ്ങനത്തെ ഒന്നുമില്ല, ഞാൻ കൂടി തരാം. അപ്പൊ ഉമ്മമ്മല്ലേ പറഞ്ഞത് ഇമ്മ പണ്ട് അത് ഉണ്ടാക്കിനി ഇത് ഉണ്ടാക്കിനി, അതാണ് ഇപ്പൊ വേണ്ടത്. ഇവിടെ ഇതുണ്ടാക്കിയ മരച്ചീനിയൊക്കെ ഇമ്മമ്മ ഉണ്ടാക്കുന്ന ഫുഡല്ലേ ഇവിടെ രസം. നിങ്ങൾ കൊടുന്നേര് പൂള കൊടുന്നേര്. പൂള ഉണ്ടാക്കി കാട്ടി തരാന്ന് പറഞ്ഞേ. പൂളിയും ബീഫും പൂളിയും ചക്കയൊക്കെ ഉണ്ടാക്കണോ? നിങ്ങൾ പൂള കൊണ്ടുവരാ. കാട്ടോടങ്ങി നമുക്ക് റെസ്റ്റോറന്റ് ഉമ്മ ഉണ്ടാക്കണ പൂളിയും ബീഫും ആക്കിയാലോ? ആയിക്കോട്ടെ. ഞങ്ങളിത് പൊടിച്ചാണ് ആക്കണോ? സെറ്റ് ആക്കണം ഗൈസ്. തുടങ്ങി പരിപാടി തുടങ്ങി. വേദിയിലേക്ക് കടന്നുകൊണ്ട് ഇമ്മ നമുക്ക് രസം പൂളിയും ബീഫും വാങ്ങണടാ. സെറ്റാക്കാം, നമുക്ക് സെറ്റാക്കാം. ബാ മോട്ട പൊടിച്ചിൽ പരിപാടി തുടങ്ങാണ്. എത്ര എണ്ണ വസ്തുത്തില് കുറച്ചാണ് ഇട്ടളി. എന്നാ വലിയ ഇതിർത്തൂടെ അമ്മ? വലിയ ചാടത്തില് വലുതൊന്നും പറ്റൂല. എന്താ ഒന്നായിട്ട് ഒപ്പടിക്കും വിചാരിച്ചിട്ടോ. ഇങ്ങോട്ട് ഈ സാധനം പടക്ക് വെക്കടാ. ഞാൻ അതിനല്ലേ അതവിടെ വെച്ചു. ഇജ്ജ് അങ്ങോട്ട് മാറ്റി വെച്ചിക്കണം. കുഴപ്പമില്ല, അങ്ങനെ പൊടിയാണ്. സ്പൂൺ ഇട്ടേ സ്പൂൺ എന്തിനാ അമ്മ സ്പൂൺ അത് കൈക്കിട്ട്? ഇനി അടുത്തതും പൊടിച്ചാലോ അല്ലേ അമ്മ? സ്പൂൺ ഇതാ അവിടെ ഉണ്ട് കിട്ടി. അത് ഇതുണ്ട് കറി ഏതാ? അതിമൊക്കെ അറിയണം. എന്നാ പോട്ടെ. എന്താ ഓയിലല്ലേ ഇത്? അതൊക്കെയാ ഗൈസ്. അതിനിപ്പോ പൊടിച്ചിട്ടല്ല, അത് അങ്ങനെ തന്നെ വരും. എണ്ണയില് വറുത്തിട്ടതാണ് പിന്നെ അങ്ങനെ തന്നെ അല്ലേ പൊടിച്ചപ്പോ അങ്ങനെ വരും. ഇപ്പൊ തേങ്ങ വറുത്തരച്ചാലും ഉണ്ടാവുമല്ലോ. തേങ്ങ ഒന്നും വരച്ചെടുക്കാൻ പോയിട്ടില്ല. എല്ലാത്തിലും ഉണ്ടാകേണ്ട മയം അല്ലേ? നമ്മള് അല്ല ഇത് ഫസ്റ്റ് ടൈം കാണുകൊണ്ടില്ല റിയാക്ഷൻ ആണ്. ഞാൻ ശീലായിക്കോളും. നമുക്ക് ഗൈസ് ഇത് മുൻകണ്ടു പരിചയം എല്ലാത്തിനും നമുക്ക് എങ്ങനെ അറിയില്ല, അതാണ് സംഭവം കേട്ടോ. ഇനി എന്തായാലും ഇവരുടെ രീതിക്കൊന്നും ഉണ്ടാക്കിയിട്ട് നമുക്ക് നോക്കാം. ലഡു എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഫ്ലോപ്പ് ആണെന്ന് നേരെ മൊത്തത്തിൽ അമ്മേനോടെ കൊണ്ടുപോയി കൊടുക്കാം. പിന്നെ നല്ല ലഡു ഉണ്ടാക്കിയ ലഡു അല്ല ഉണ്ടാവൂല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണോ ഒന്നോ എന്താ കേട് അമ്മേന്റെ അവിടെ കൊടുക്കാൻ നമുക്ക് പറ്റാതെ അവർക്ക് പറ്റുമോ? അല്ല അങ്ങനല്ല, പാവായിട്ടാണ് പറ്റിച്ചല്ലേ. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ പിന്നെ ശരിയാവും. ആയാ മതി. ഞാനേ മോണ്ടന്നെ രസല്ല അന്ന് എനിക്ക് മതിയേക്കണ കേക്കല്. അപ്പൊ ഞാൻ തന്നെ അങ്ങനെ തീരുമാനിച്ചു. ഇനി അങ്ങനെ പറയാൻ പറ്റൂല. മോണ്ട ഇതെന്താ അവസ്ഥ നോക്കട്ടെ, എന്നിട്ട് പറയാ ബാക്കിയേ. നമ്മള് ഇതുമ്പാടൊന്ന് അരിച്ചു പൊടിച്ച് കഴിയട്ടെ, വെയിറ്റ് ചെയ്യാം. സുഹൃത്തുക്കളെ, നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഇവിടെ പഞ്ചാരിയും ഏലക്കായൊക്കെ കാക്കണം. ഇവിടെ പൊരിഞ്ഞ് കഴിഞ്ഞാണ്. ഇപ്പൊ പൊരിഞ്ഞിക്കല്ല, എന്താ ഇതിനകത്ത് പേര്? ഒന്നുകൂടെ ചൂടാട്ടെ. അതായത് കുറുക്കാണ്ട് ഒന്ന് ചൂടാൻ വെച്ചു. ഇനിയില്ല പരിപാടി എന്താ പ്രൊസീജിയർ? നെയ്യിൽ വാട്ടണം. അതായത് അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ വാട്ടാം. കറുത്ത മുന്തിരി കേട്ടോ, കറുത്ത ഉണക്കിയ മുന്തിരി അല്ലേ? ഇതെന്തിന് ചട്ടി? ഇതിൽ എന്താ പരിപാടി? നെയ്യ് ഗൈസ്. ഇനിയാണ് നമ്മള് നെയ്യ് ഒഴിക്കാൻ വേണ്ടി പോണത്. എന്ത് നെയ്യാണ് പറഞ്ഞു? മിൽമ. ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ലാസ്റ്റ് ആണ് കോളാവും വേണം. ഒരു കോളം ആവൂല. വന്നാ മതി. എങ്ങനെ ഈ കോളാകണേ?
ഇനിയിപ്പോ അത് കൂടി അറിയാന് ഓയില് മൊത്തം ഓയില് എണ്ണയും നെയ്യും സീന്. അതാണ് ഗൈസ് നമ്മളെ കിടില ഐറ്റം. എടുത്തിട്ടോളി. ആയിട്ടില്ല ചൂടാണ് ഈ ചൂടാകട്ടെ. ഇത് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് നമ്മൾ ഇടാൻ പോവാണ് ഗൈസ്. തീർച്ച നോക്കട്ടോ. ആ മുന്തിരി അതിന്റെ ഒപ്പം തന്നെ ഇട്ടോളി. ആദ്യം അണ്ടിപ്പരിപ്പ് അതിന് ശേഷം രണ്ടും വേറെ വേറെ ആക്കുള്ളൂ. ആണോ? ഓക്കെ. ഇനി ഇതിടുമ്പോ ഇത് വെള്ളത്തിന്റെ മയൻ്റെ ടൈത്ത കഴിഞ്ഞതിന് ഇത് തെറിച്ചുട്ടോ. പൊടി തെറിച്ചോ? ആ മാർക്കോടി മാറുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ കുറച്ചുള്ളൂ, ഞാൻ കുറച്ച് വിട്ടല്ലേ. ആ റൂം അങ്ങോട്ട് പോയിക്കോളി. ഇങ്ങോട്ടൊന്നും വരില്ല. ബോംബെ ഉണ്ടാക്കണമെന്നില്ലേ? അങ്ങനെ നമ്മളിപ്പോൾ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാക്കണം. ഇമ്മ ഇവിടെ ഈ അണ്ടിപ്പരിപ്പ് അതേപോലെ ഇതാക്കിയില്ലേ, ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, അതേപോലെ നമ്മൾ മുന്തിരിയും കൂടി ആക്കിയിട്ട് കുറച്ചു നേരം ആയതിന് ശേഷം ആ നെയ്യോടുക്കനെ നമ്മൾ ഇതിലിട്ടു. അണ്ടിപ്പരിപ്പും അതേപോലെ മുന്തിരി നെയ്യും ഒക്കെ പാടെ നമ്മൾ ഇതിലിട്ടാണ്ട് നല്ലോണം മിക്സ് ചെയ്യാണ്. ഇനി അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഇനി അടുത്തുള്ള പരിപാടി ഈ ശർക്കര പാനി ഇതിക്കൊണ്ട് ഒഴിച്ചോ. ഒഴിച്ചോട്ടെ. എന്നിട്ടാണ് നമ്മൾ കുഴക്കുക. മൊത്തം ഒഴിക്കണം നിർബന്ധം. ഒഴിച്ചട്ടെ. മതിയോ? വണ്ടിയോ നമ്മൾ വേറൊരു സംഭവം കൂടി ചെയ്തിക്കണ്, കാട്ടിത്തരാം. അതായത് നമ്മളിവിടെ ഇതാക്കണ് പായി വിരിച്ചണ്. സംഭവം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഉണ്ടാക്കണം, മനസ്സിലായോ? അതായത് ലഡുവിൻ്റെ ഷേപ്പിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും കുത്തിരുന്നിട്ട് വേണം കുഴക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടാൾക്കാർക്ക് ഇരിക്കാൻ സെറ്റപ്പ് ചെയ്ത് വെച്ചാണ്. ഞാനും മോണ്ടിനും നിലത്തിരുന്നതുകൊണ്ട് ഇമ്മയും സ്റ്റൂളിലും ഇതിലൊക്കെ ആയിട്ട് ഇവിടെ ഇരുന്നോളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പായി സെറ്റാക്കി വെച്ചിരിക്കണം. ബാക്കി ആക്കണം ഉമ്മ ആക്കണം ഇവിടെ കുഴച്ചുകൊണ്ട് കുത്തിരിക്കണുണ്ട്. ഇത് ഉരുളാക്കുമ്പോ കൈ കൊള്ളൂലേ? ചൂടാറിയിട്ട് ആക്കണോ അതോ കയ്യൊക്കെ എല്ലാവരും കഴിക്കളി. സിമ്മമ്മ അവിടെ ഫസ്റ്റ് തന്നെ കൈ കഴിക്കൽ തുടങ്ങി. കുഴക്കാൻ വേണ്ടി മമ്മ റെഡിയാണ് അല്ലേ? അതെ, സെറ്റല്ലേ? ആ സെറ്റ്. പാത്രം ഇടണം. അതിൽ നെയ്യാണോ? തുള്ളി കൂടി നെയ്യോ ആക്കട്ടെ എന്തായാലും. അത്രക്കും നെയ്യും കൂടിയൊക്കെ ആക്കിയിട്ടേക്ക് എന്നാ ഇരുന്നോളി. മമ്മ ഇരുന്നോളി. മമ്മ ഇതും ഇരുന്നോട്ടെ. ഇമയിലൊക്കെ ഇരിക്കും. അവിടെ എവിടെ പാത്രം എടുക്കണല്ലോ. വരുന്ന പാത്രം ഇതേപോലത്തെ ഒരു പാത്രം ഉണ്ടായിനാലോ നമുക്ക്. ഇതേപോലെ തന്നെ ഇതന്നെ എടുത്തൂടെ? സ്റ്റീലിന്റെ പാത്രം ഉണ്ടായിനാലോ, അതേപോലത്തെ റാക്കുമ്പോഴേക്കാരോ നോക്കാം. അവിടെ കാണാനൊന്നും ഇല്ല. ഇതൊന്ന് മധുരണ്ടോ നോക്കാം. മധുരോ? മോട്ടാ വാ, മയേ ഇജ്ജ് വായിക്കോ. മധുരം നോക്കാം. വാ വാ ഇവിടെ എടാ ഇല്ലടാ. എന്താടാ ഇതാണ് പാത്രം. ഇത് കഴിക്കട്ടെ. ഇതേ എന്താ മധുരമില്ലാത്ത ലഡുവെന്ന് ചോദിച്ചു ആൾക്കാര്. ഇതൊന്ന് കഴിക്കട്ടെ. പെട്ടു ഇല്ലല്ലോ. മധുരണ്ട്. ഇതിനും മധുരം അറിയില്ല, ഒരു തേങ്ങ അറിയില്ല. ഞാൻ പറഞ്ഞരാ. എനിക്ക് മധുരം ഉണ്ട്. ഞങ്ങള് മധുരം കുറച്ച് മധുരല്ലെങ്കിൽ വേഗം ഡോക്ടറിനെ പോയി കാണിക്കട്ടോ. ഇതാ പാത്രം. ഇത് മധുരല്ല, മധുരം കുറവാണ്. ലഡു നല്ല മധുരം ഉണ്ട് മോട്ടാ. ഇത് മധുരല്ല. നമുക്ക് മധുരം എത്ര പോരെ? അത് മതിയാക്കി. മധുരം കുറവാണ് കേൾക്കും വേണം. അപ്പൊ അല്ല ലഡുവിന്റെ മധുരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മധുരം ലഡുവിന്റെ മധുരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലഡുവിന് മധുരം വേണ്ടേ? ആടാ അമ്മമ്മക്ക് ലഡു കൂട്ടിയിട്ടില്ലല്ലോ, അപ്പൊ മധുരം അറിയില്ല. ആ എന്നാ ഒഴിച്ചളി ഉണ്ടാക്കിയ ഫുള്ളായിട്ട് ഒഴിച്ചളി. ബാക്കിയൊക്കെ വരുന്നോടത്ത് വെച്ച് കാണാം. എന്നിട്ട് കഴിച്ച് നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾക്ക് മധുരം പറ്റുമല്ലേ എന്ന് നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കുക. അതെ, ഇവര് രണ്ടാളും പേടിപ്പിച്ചാണ് മനുഷ്യനെ. എടാ ലഡു സാധാ മതി. അല്ല മൈത്രി ഉണ്ടാക്കിയതൊക്കെ ഉണ്ടല്ലോ കൂട്ടാൻ പറ്റാതെ കഴിഞ്ഞാണല്ലോ, അതാണ് പ്രശ്നം. അതാ ഞങ്ങൾ ഈ പറയുന്നത്. ആണെങ്കിൽ ഇതിന്റെ ഈ ഏലക്കായിന്റെ അതുകൊണ്ട് എടുക്കട്ടെ. അത് കുഴക്കാൻ റെഡിയാണ്. ഞങ്ങൾ കുഴക്കാൻ വേണ്ടി ഇവിടെ ഒരു സെറ്റപ്പ് നമ്മൾ തയ്യാറാക്കിക്കണം. ഇപ്പൊ കുറച്ചുകൂടി മധുരം. അമ്മ ഏത് പാത്രം എടുത്തത്? ഇതാ അത് മതി. അതൊന്ന് തോത്തിക്കളി. തോത്തി. ഇനി വേണമെങ്കിൽ കൊലയമത്തെ വാതിൽ എന്താ കൊലയമത്തെ കൂടെ അതിന് അത് അടച്ചിട്ട് തന്നെയാണ്. ഇനി ഇത് എടുക്കണോ? ഇത് ഔടുത്തളി ഇതൊക്കെ നമ്മള് കുടിവെള്ളമാണ് കേട്ടോ. ഇത് കണ്ടില്ല ഞങ്ങള്. അതായത് നമുക്ക് കിണറില്ലാത്തതുകൊണ്ട് നമ്മൾ അടിച്ചു വെക്കലാണ്. അതായത് താഴത്തു നിന്നല്ലേ നമ്മൾ വെള്ളം എടുക്കണത്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് അടിച്ചു വെക്കലാണ്. അപ്പൊ ഉമ്മയും അമ്മ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാല് ഇവിടെ മറ്റേ ഇതാ ബക്കറ്റാണ് ഇത് ഫുള്ള്. ബക്കറ്റിലൊക്കെ നമ്മൾ കുടിവെള്ളം ശേഖരിച്ച് വെക്കും.
കുളിക്കാനുള്ള കാരണം നമുക്ക് അവിടെ ടാങ്ക് ഉണ്ട്. ടാങ്ക് നമ്മൾ എടുക്കും. ടാങ്ക് മോട്ടർ അടിച്ചിട്ടില്ലേ? അതിലേ അത് മതിയില്ലേ? മതി. വെക്കട്ടെ. ആ പാത്രം കൊടുക്കാണ് നിലത്തേക്ക് വെച്ചളി. അങ്ങനെയല്ലേ വേണ്ടിയേ? പാത്രം നിലത്ത് വെക്കണ്ടേ? പാല് ഉരുക്കണീനാണ് മോട്ടാ ഞാനത് വെച്ചത്. അടിയിലൊക്കെ വേണ്ടിട്ടാ. അങ്ങനെ ഓക്കെ. കാലി കൊണ്ടാ ഒന്നും അറിയില്ല, എല്ലാം അറിയില്ലേ. മമ്മ ഇരിക്കി. മമ്മാനെ കാത്തിക്കണേ. ഞാൻ പഠിക്കുന്നു. ഈ 2 ചോദിച്ചു കൊടുത്ത് പറ്റിയല്ല മമ്മ ഞാൻ കാണിച്ചു തരാം. ഒരാൾക്ക് കസാലം ഇരിക്കാം. അല്ല അപ്പൊ ഇങ്ങനെ ഇരിക്കാം. എങ്ങനെയല്ലേ കടി ഇരിക്കാം. അള്ളാ ഗ്യാസ് ഏതായാലും ഇരുന്നില്ല. ഗ്യാസ് അടി കൂട്ടട്ടെ. ചൂടാണല്ലോ. ഈ ചൂട് എങ്ങനെ പോയിക്കാ? പ്ലാസ്റ്റിക് കവർ എങ്ങാനും കൈമോ കോരിയിടി അപ്പൊ ചൂടാറും. അതിന് മാത്രം ചൂടൊന്നും ഇല്ല. അങ്ങനെ ലഡുവിന്റെ അകൃതി. ഇത് മഞ്ഞ കളർ ഇടുമ്പോ അത് ഒരുമാതിരി ചാര കളറാണല്ലോ ലഡു വയ്ക്കണേ. ആ പറയും എന്താ പറയുള്ളത്? എടാ മഞ്ഞ കളറില്ലേ മോട്ട? ലഡു അല്ല ഇതിക്ക് രസം കോരിട്ടിട്ട് നിർത്തിയല്ലേടാ നമ്മൾ രണ്ടാളും. അതിനോട് കഴിഞ്ഞിട്ട് വായിക്കളി മമ്മ. അനു വന്നാ ചൂടാണല്ലോടാ. ഇല്ലടാ, അത് എടുക്കുമ്പോ തുള്ളില്ലോ മോട്ട. ചൂടുണ്ടോ? ചൂടാണ് കൈസ്. എടുക്കുമ്പോഴത്തെ ചൂടുള്ളൂ. ലഡുവിന് ഒരു പാകത്തെ വലിപ്പം ഉണ്ട് കേട്ടോ. ഇത് പല പല സൈസ് ആവല്ലേ ലഡു. ഇതുവരെ ഈ വലിപ്പം വരെ. ആ ഒന്നും പാടെ വലിപ്പം കൂടി കാണി മമ്മ. ചൂടാടെ ഒട്ടിയാലുള്ളൂ അത് ഉരുണ്ട്. മമ്മ ഉലോസുണ്ട് ഉണ്ടാക്കുക. നമ്മള് ലഡും അത് ഇത് ഒരുപാട് വലിപ്പം ആക്കണ്ട കേട്ടോ. ആ മമ്മാന്റെ കൈസ് നല്ല അടിപൊളി ലഡു ആയി വന്നിക്കണ്. എവിടെ നോട്ടെ കണ്ടില്ലേ? ഓ മുന്തിരയില് കുത്തി തിരികെ വെച്ച് അല്ല മുന്തിന്റെ കുറവ് വേണ്ട. അതെ മോട്ടം അനു കാട്ടില്ല. ഞാനിവിടെ ക്യാമറ എനിക്ക് ചെയ്യാണ്ട് നോക്ക ചൂടോടെ ഇതാക്കുമ്പളേ അത് നല്ല മട്ടത്തിലാണ് ലഡു ആയി വരുന്നുണ്ട് ഗൈസ്. ഇതിപ്പോ തിന്നുമ്പോ നമുക്ക് ടേസ്റ്റ് ഇല്ലല്ലോ. തുടങ്ങി കഴിഞ്ഞാലേ ടേസ്റ്റ് വരും. ഇത് കഴിഞ്ഞ് ഫ്രിഡ്ജിലൊക്കെ എങ്ങനെ ആക്കാം? കട്ടാകണ്ടേ? അല്ലെങ്കിൽ നാളെ തിന്നണം, അപ്പഴേ കട്ടയാകുള്ളൂ. ലഡു ഫ്രിഡ്ജിൽ വെക്കല് സാധാരണ വെക്കണമെങ്കിൽ വെച്ചോളി ഇനിയാളെ. ലഡു ഫ്രിഡ്ജാക്കല്ലേ? ചൂടാക്കി ചൂടാക്കി ചൂടോട്ടൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോ നല്ല ചൂടാട്ടോ. കേട്ടോ. ആ അത് ഞാൻ പറഞ്ഞത് നല്ല ചൂടുണ്ട്. എത്ര 1 2 3 4 5 6 8 ഒരു 30 പറഞ്ഞത്. 30 ഇത് കൊറേ ഉണ്ടാവുമല്ലോ അല്ലേ? ശേഷം മുന്നക്കും എല്ലാവർക്കും കൊണ്ട് കൊടുക്കാം. ആരെങ്കിലും ഇത് മധുരല്ലാന്ന് പറയട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞേരട്ടെ മോട്ട. ഉണ്ടായാ മതി മധുരം. മമ്മക്ക് കാര്യമായിട്ട് ആരെങ്കിലും ഇത് മധുരം ഓവറാന്ന് പറയട്ടെ. പിന്നെ കേട്ടോ ഒരു മധുരം ഓവറും ആവൂല. അതൊന്ന് കുഴച്ചാണി മാവ് മാതി പൊളിച്ചാണ് നല്ല ഒന്ന് കുഴക്കി ഒന്നിങ്ങനെ കാട്ടി. അതന്നെ ലഡുവിന് ഒരു ഇതുണ്ടാവൂലേ? ഒരു റൗണ്ട് ഇങ്ങനെ കാണൂലേ മോളിൽ കൂടെ? ഇത് മറ്റേ ഔലോസുന്റെ മൈക്കായോ? ഉരുട്ടന്റെ കുഴപ്പോ അത് നല്ല കേട്ടോ. എന്താണ് എനിക്ക് തോന്നുന്നു നമ്മള് മിക്സിയിലിട്ട് നല്ല അരച്ചു തോന്നുന്നുണ്ട് അല്ലേ? അതാണെന്ന് തോന്നുന്നു. അത്ര നേരം ഞാൻ അടിച്ചാൻ പാടുണ്ടാവോ? അടിച്ചണവരും ഉണ്ട്, അടിച്ചാത്തയുണ്ട്. ഇപ്പൊ അങ്ങനെ എങ്ങനെയായാലും ആണ് മോണ്ട. അങ്ങനെ ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കല്ലേ. ഞാൻ ആദ്യമായിട്ട് ലഡു ഉണ്ടാക്കിയല്ലേ. ലഡു ലഡു ഇങ്ങനെ തന്നെയല്ലേ? അല്ല ഞാൻ കഴിച്ചാടാ, നാവ് കഴിച്ചാടാ. പിന്നെ അറിഞ്ഞതേ ഇതിപ്പോ വലിപ്പം ചെറുപ്പം നമ്മള് പീടി കൊടുക്കാന്നല്ലേ, നമ്മളെ വരിയില്ലല്ലേ. അപ്പൊ പിന്നെ വലിപ്പം ചെറുപ്പം ഞാൻ ഉണ്ടാക്കുന്ന ചെറുതാണ്, നെല്ല് ചൂട്ടാൻ വെക്കണുള്ളൂ. അതുകൊണ്ടാണ് എന്ത് കട കൂട്ടിയാലും പാടില്ല. ഞാനും വേദിയിലേക്ക് ഇറങ്ങട്ടെ, ഞാനും കൂടി കൂടി കൊടുക്കട്ടെ. എങ്ങനെ ഉണ്ടാവും നോക്കാലോ. ഇത് കഴിഞ്ഞുട്ടോ. ഉരുട്ടട്ടെ. അല്ലാ കുറച്ചുകൂടി മാണ്ടിരും. മതിയനോ? ഞാൻ ഇട്ടുകൊള്ളാം. ആണോ? എന്റെ അജിലാക്കാനും മാത്രമൊന്നുമില്ല. പിന്നെ ഏതായാലായി. ഒന്നില് മുന്തിരി കൂടി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്നുമില്ല. മുന്തിരി അണ്ടിപ്പരിപ്പ് എന്ത് കൂടിയാലും കുഴപ്പമില്ല. ഇല്ല, ഉണ്ടാക്കിയ ലഡു ആവണ വേറെ എന്തൊക്കെയാണ്. ഗൈസ് നമ്മളെ ലഡുവിന്റെ ഷേപ്പിൽ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ലഡു പറയുന്നത്. നമുക്കിത് ഇനി ഇവിടെ ഇങ്ങനെ റെസ്റ്റ് ഇൻ പീസിൽ വെക്കാം അല്ലേ മമ്മ? ഒരു മുന്തിരി നോക്കി നല്ല രസം തോന്നുന്നു. മുണിങ്ങി വിട്ടാ മതി. രസമുണ്ടോ? മുന്തിരി രസമുണ്ട്. ലഡു രസമുണ്ടെന്ന് അറിയില്ല. ലഡു നമ്മൾ നോക്കി ലഡു രസം ഉണ്ടാവും.
ബാക്കി അവിടെ ഉമ്മ അവിടെ ആക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നീ കണ്ട സാധനം മുഴുവൻ ചെലവാക്കി രസമല്ല അറിയണ പോലെ എന്തിനാ വെച്ചാ അതിന് പറഞ്ഞേ രസം ഉണ്ടാവണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയാണ്. അങ്ങനെ ഗൈസ് നമ്മുടെ ലഡു ഒക്കെ കുഴച്ച് വെക്കണ ഇവിടെ ഉണങ്ങാൻ വേണ്ടി നമ്മൾ വെച്ചിരിക്കുകയാണ്. ഒരു 5-10 മിനിറ്റ് ഗൈസ് നമ്മൾ ഉണങ്ങാൻ വെച്ചിട്ട് കാര്യമല്ല, ഏകദേശം ഒരു 6 മണിക്കൂറെങ്കിലും ഗൈസ് ഇതിങ്ങനെ ഉണങ്ങാൻ വേണ്ടി സെറ്റായി നിൽക്കണം. അപ്പോൾ നമ്മൾ എന്താ വിചാരിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇപ്പോൾ രാത്രി ആയല്ലോ, ഇനിയിപ്പോൾ എന്തായാലും ആപ്പാപ്പാൻ്റെ പെരിയിലൊന്നും കൊണ്ടുപോയി നടക്കൂല. അപ്പോൾ നമ്മൾ എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ നാളെ രാവിലെ അല്ലേ, നാളെ രാവിലെ ആകുമ്പോൾ ഓവർ അങ്ങോട്ട് ആയിക്കോളും, തണുത്തും ചെയ്തോളും ആവും ചെയ്തോളും. അപ്പോൾ ഗൈസ് നമുക്ക് ഒരു പ്രശ്നമല്ല. അപ്പോൾ ബാക്കി നമുക്ക് നാളെ രാവിലെ കാണാം അല്ലേ. ഓക്കെ. അങ്ങനെ ഗൈസ് നമ്മൾ ഇന്നലെ രാത്രി പൂട്ടി വെച്ച കേക്ക് ഇന്ന് കേക്കല്ല ലഡു ഗൈസ് ഇന്ന് റെഡി ആയിക്കണോ ഇല്ലെന്നൊന്നും അറിയില്ല. നമ്മൾ രാവിലെ നീച്ചിട്ട് അതിന്റെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല ഇതുവരെ ഗൈസ്. നമ്മളതിമ്മ തൊട്ടിട്ട് പോലുമില്ല, അടച്ച പാത്രം തുറന്നിട്ട് പോലുമില്ല. അപ്പം വെളിച്ചത്തേക്ക് വരിയാവും കൊണ്ട് ഇറങ്ങി എല്ലാവരും ഗൈസ് അത് തിന്നാനുള്ളൊരു ആകാംക്ഷയിലാണ് നിൽക്കുന്നത്. നമ്മളെ പെരയിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയൊരു ലഡു ആണ് ഗൈസ്. ലഡു അയക്കണോ നോക്കട്ടെ, ഞാൻ വെളിച്ചത്തിൽ വെച്ചാണ് ഇന്നലെ ഫുള്ള് ഇരുട്ടത്താ കണ്ടത്. തുറക്കട്ടെ. തുറക്കി ബാട അങ്ങോട്ട് വാ ഗൈസ്. ലഡു മായിക്കാൻ ഉണ്ട് കേട്ടോ കാണാൻ, ലഡു മായത്ത് മണമുണ്ട്. ഉമ്മ എന്നാ എടുത്ത് ഉദ്ഘാടനം കഴിച്ചാനി തിന്നാണി എങ്ങനെയുണ്ട്? അവിടെ മറിയോ അവിടെ ഇരിക്കി കഴിക്കി. അപ്പുറത്തും ഇപ്പുറത്ത് ഇരുന്നാണ്. എന്നിട്ട് എടുക്കട്ടെ. ആ ഞാനോ ഉദ്ഘാടനം ചെയ്യും. ഷുഗർ ഗൈസ്, ഷുഗറാണ്. അപ്പൊ എങ്ങനെ ഉണ്ടാവും അറിയില്ല, നോക്കട്ടെ. ഉദ്ഘാടനം ചെയ്യാണ്. എന്താ അവസ്ഥ? മധുരം കുറവുണ്ട്. മധുരം കുറവുണ്ടോ മമ്മ? ഇത് നല്ല മധുരം. കടിച്ചാൻ വയ്ക്കണ്ടോ പല്ല്? മധുരം കൂടുതല് അല്ലേ മമ്മ? അത് കയ്യിൽ നിന്ന് പൊട്ടിച്ചേ പല്ലും കൊണ്ട് കടിച്ചു. ഇത് മമ്മ എങ്ങനെ കടിച്ചു പിടിക്കും? കുറച്ച് ബലുണ്ട്. ഇന്നലെ നല്ല ഇതായിരുന്നു കടിച്ചത്. ഇത് അങ്ങനെ കുറച്ച് ഇങ്ങനെ കാട്ടത്ത് കിടക്കല്ലേ, അപ്പൊ ഇങ്ങനെ ഉറച്ച് ഇങ്ങനെ അടച്ചു വെച്ചല്ലേ. ഇല്ലടാ രസമുണ്ട്. എനിക്ക് മധുരം ഓക്കെയാണ്, എനിക്ക് മധുരം ഓക്കെയാണ്. ഉമ്മാന്റെ വയസ്സിൽ ഉമ്മാക്ക് ഒരിക്കലും മധുരം ഓക്കെ ആവില്ല, കാരണം കട്ട ഒന്നായിട്ട് വേണ്ടി വരും. ഉമ്മക്ക് എന്താ അവസ്ഥ മധുരം? മധുരം ലഡുവിന് മധുരമുണ്ട്, ആ മധുരമുണ്ട്. എനിക്ക് ഓക്കെയാണ്, ഉമ്മക്ക് മധുരം കമ്മിയാണ്. മധുരം കുറച്ച് കമ്മിയാണ് ഉമ്മാക്ക്. ഞാൻ ഒരു കാര്യം പറഞ്ഞ ഇമ്മ ഈ പോക്ക് പോവാനുണ്ടല്ലോ ഉമ്മ ഷുഗർ വരുത്തി വെക്കും. ആ ഉറപ്പാണ്. നീ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് പാകത്തിനുള്ള മധുരമുണ്ടല്ലോ. പാകത്തിനുള്ള മധുരം ഉണ്ടല്ലേ. ഇത് ഉമ്മ ഉണ്ടാക്കിയാ തോന്നുന്നുണ്ട്, കാരണം അതിന്റെ വലിപ്പത്തിൽ കാണാണ്ട്. ആ ചെറുതി ഞാൻ ഉണ്ടാക്കിയ ഈ ചെറുതുണ്ടാക്കിയ അതന്നെ ഞാൻ പറഞ്ഞത്. വാ അവിടെ മോന്തമ്മക്ക് അടിച്ചിട്ടുണ്ട്. എന്താ അവസ്ഥ? ഉള്ളത് പറയാനാണെങ്കിൽ നമ്മൾ പീടിന്ന് വാങ്ങണ ലഡു അല്ല, അതിനേക്കാൾ രസമുണ്ട്. അതിനേക്കാളും രസമൊന്നുമില്ല. ഉള്ള പോലെ പറയാം. പീടിന്ന് വാങ്ങണ ലഡു അല്ല, പക്ഷേ എങ്കിൽ ഇത് ഒഴിവാക്കാനും പറ്റൂല, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട്. അങ്ങനെ ഒരു സാധനം. മധുരം എന്താ അവസ്ഥ? എനിക്ക് മധുരം ഓക്കെയാണ്, കറക്റ്റ് മധുരം. എനിക്കും കറക്റ്റ് മധുരം. ഉമ്മാക്ക് മധുരം കമ്മിയാണെന്ന് പറഞ്ഞത്, കാരണം ഉമ്മാന്റെ ബേസിൽ ഉമ്മാക്ക് എന്തായാലും മധുരം കമ്മി തന്നെ തരാം. ഉമ്മ നല്ലോണം ഷുഗർ കൂട്ടുന്ന ആളാണ്. ഉമ്മക്ക് എന്താ അവസ്ഥ മധുരം? പാകത്തിന് കുറച്ച് ബലം കൂടി പോയില്ലേ? വില കൂടി. നമ്മള് ഇന്നലെ രാത്രിയാണ് വെച്ചത്, ഇന്ന് രാവിലെ ആയപ്പോഴും സാധനം നല്ല ഉറച്ചിക്കണ്. അതാണ് സംഭവം. മറ്റേത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചൂടിലെ വെക്കേണ്ടിയോ തോന്നണേ. അതായത് ബലം ആ ഒരു പാകത്തിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ചൂട് തന്നെ അങ്ങനെ നിൽക്കേണ്ടി തോന്നുന്നു. ഇത് കണ്ടിട്ടില്ലേ ലൈറ്റ് ഒക്കെ വെച്ചാണ് അതിൻ്റെ ഉള്ളിൽ വെക്കണേ. കോഴിമുട്ട അങ്ങനല്ല, നമ്മളെ ഈ സെൽഫിലൊക്കെ വെക്കണ കണ്ടിട്ടില്ലേ, ആൾക്കാർ വരുമ്പോ കാണാൻ ഡിസ്പ്ലേക്ക് അതിൻ്റെ ഉള്ളിൽ ബൾബ് കത്തിച്ച് വെക്കണ എന്തിനറിയോ? ചൂടായിക്കാനൊക്കെ. അങ്ങനെ ആയിരിക്കട്ടെ, എനിക്കറിയില്ല. രസല്ലേ? എന്തായാലും രസമുണ്ട്. മധുരം കുറവായിരുന്നു. ആണോ? ഉമ്മ ഒരു കാര്യം ചെയ്തോ, മറ്റേ മധുരത്തിന്റെ പാത്രം എടുത്തണ്ടായാലും മുക്കി തിന്നളി. അതേ നടക്കുള്ളൂ ഉമ്മാക്ക്. നമുക്ക് നമ്മളെ മാത്രം അഭിപ്രായം നോക്കണ്ട, നമ്മളെ താത്തമാർക്കും അപ്പാപ്പാക്കും കൊണ്ടുപോയി കൊടുക്കാം. ഇപ്പൊ ഈ ചേച്ചിമാർക്ക് കണ്ടോ കൊടുക്കല്ലേ, ഓലും പറഞ്ഞോട്ടെ ടേസ്റ്റ്. പോയിക്കോട്ടെ, ഓല റിവ്യൂ കൂടി നമുക്ക് നോക്കാം അല്ലേ? മധുരം ഇല്ലാത്തല്ലേ, അപ്പൊ അവർക്ക് ഷുഗർ ഉണ്ടായാലും തിന്നും, കുഴപ്പമില്ല. ഓക്കെ. ഇനി നമുക്ക് എന്തായാലും ഗൈസ് താഴത്തേക്ക് ഇറങ്ങല്ലേ, സാധനങ്ങളൊക്കെ കെട്ടിപ്പോയി വെക്കണം. വണ്ടി ഇവിടെ 2 ഉണ്ട്. നമുക്ക് ഇനി നേരെ എടുത്താണ്ട് അപ്പാപ്പാനോട് പോകണം. പോണേക്ക് പൊടിക്കും കൊടുക്കണം. ഫുള്ളും ഉണ്ടോ? ഉണ്ടോ ഇവിടെ നമുക്ക് വേണമെങ്കിൽ 5-6 ബാക്കി വെച്ചിട്ട് ബാക്കി നമുക്ക് കൊണ്ടുപോവാം. അവിടെ പിന്നെ കുട്ടികളൊക്കെ അല്ലേ അതിനെ അവിടെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് അതിനെ തിന്ന് കഴിഞ്ഞിട്ടാണ് കഴിച്ച് ഇതിന് ടേസ്റ്റ് വരുന്നത്. നല്ല ഇഷ്ടപ്പെട്ടു. അത് തിന്നാലും അണ്ടിപ്പരിപ്പും മുന്തിരി അണ്ടിപ്പരിപ്പും മുന്തിരിയും അമ്മ മാറ്റി കൊണ്ടുപോകാൻ മാറ്റി. ഇതിലാണ്ട് മൂന്നാണ് പോയിട്ട്
ഇത് 2-3 പെട്ട അണ്ടിപ്പരിപ്പ് ആക്കെടുത്തോ മമ്മക്ക് പല്ലില്ലാത്തോണ്ട് കറക്റ്റ് വെക്കണില്ല അണ്ടിപ്പരിപ്പ് മുന്തിരി തിന്നാണ് മമ്മ അത് മുണിങ്ങി വിട്ടാ മതി ജയിച്ചു പോയിക്കോളും അണ്ടിപ്പരിപ്പൊക്കെ അല്ല അതിന്റെ ഉള്ളിൽ പോയിട്ട് മരമായി വളരൊന്നുമില്ല അണ്ടിപ്പരിപ്പ് മുന്തിരി അത് മുണിങ്ങി വിട്ടാ കുഴപ്പമൊന്നുമില്ല ഇല്ല അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇതിൽ തന്നെ തോന്നുന്നു കേട്ടോ നോക്കടാ അത് ഉമ്മ ഉണ്ടാക്കിയാണ് തോന്നുന്നത് എനിക്ക് അല്ല, അല്ല, കാരണം അല്ല. ആർക്കും ഓർമ്മ ഉണ്ടോ അത് കുഴച്ച ടൈമിൽ ഉമ്മ നല്ലോണം കുത്തി കേട്ടിട്ടുണ്ടെങ്കിലും എഞ്ചായിലുണ്ട് ഇഷ്ടമല്ലേ ഉമ്മ അങ്ങനെ താഴത്തേക്ക് പോയിക്കണ് അങ്ങോട്ട് ചേച്ചിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിട്ട് എവിടെ കൊടുത്തു കഴിഞ്ഞോ വണ്ടി എടുത്തില്ലേ എന്നിട്ട് മണി കൊണ്ടുപോവാ ആ ഓക്കെ നമ്മളിന്നാ പീപ്പിൾസിൽ ഉണ്ടാവും കേട്ടോ അങ്ങോട്ട് പോയോക്കട്ടെ അങ്ങനെ ഗൈസ് ഞങ്ങൾ കിടക്കുന്ന ഇവിടെ ആ പാപ്പാന്റെ പേരിൻ്റെ അവിടെ വന്നെത്തിയിരിക്കുന്നു എന്താ സാധനത്തില്ലേ ഇനി നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം അവിടെ ഉണ്ട് വിളിച്ചു നോക്കുമ്പോ അതിൻ്റെ ഉള്ളിലുണ്ട് നല്ല പറഞ്ഞേ ആ ഉമ്മയുടെ വരി വരി താത്ത ഇവിടെ ആരുമില്ലേ ഇங்கே ആരുമേ ഇല്ലേ കരുതില്ലേ ആരൊക്കെയാണ് വാ ഷെഫീഖില്ലേ എവിടെയോ ആര് പുതിയ ചെക്കൻ കടക്കണ കടത്തം നോക്ക് ആരാണ് അതെന്താ തണുക്കണി അപ്പുറത്താണ് കടക്കണം ഇവിടെയാണ് 1 മണിക്ക് ഉറങ്ങിയാണോ ആ ഉണ്ട് ഉണ്ട് അനക്കണ്ട പോയപ്പല്ല ലഡു ലഡു നല്ല ഉറക്കത്തിലാണ് ഉറങ്ങിക്കോട്ടെ ലഡു ലഡു നോക്കി ജിലേബി ജിലേബി ആ നടന്നോ കളി ഇറക്കി വേഗം വിട്ടോ ഇന്നാ ബാബാ ഇന്നാ തിന്നു ആ ആയിട്ടില്ല പിന്നെ ആദ്യം പറയാണ്ട് അതായത് തിന്നുമ്പോ പീടിന്ന് വാങ്ങിയ ലഡു വായിക്ക് വിചാരിച്ച് തിന്നരുത് പുതിയ ഐറ്റം പുതിയൊരു സംഭവമാണ് വിചാരിച്ച് തിന്നാൽ മതി മോന്റെ ഇവിടെ ഇപ്പോഴും കത്തിയിട്ടില്ല കേട്ടോ ഓണായി വരുന്നുള്ളൂ ഇവിടെ അതോ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ പുതിയ സംഭവമാണ് എന്നാ തിന്നോക്ക് എന്നാ ഇത് തിന്നോക്ക് അതൊന്നാ ഷംന ഓൺ ഒരു സംഭവം നല്ല രസമുണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സ്ക്രിപ്പി അല്ലേ സ്ക്രിപ്പി അല്ലേ സ്ക്രിപ്പി അല്ല ആ അതന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാവർക്കും തെറ്റിയല്ലോ തിന്നുമ്പോഴല്ലേ രസം തിന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് രസം ഇങ്ങനെ വരും കണ്ടുപിടി അണ്ടിപരിപ്പ് പീടിന്ന് ലഡു വായിക്കാല്ലോ വേറെ ടേസ്റ്റ് നെയ്യും മധുരമൊക്കെ ഇടാൻ തുള്ളിയാക്കിയുള്ളൂ അതിന് പേര് അയക്കട്ടെ അല്ലെങ്കിൽ ഇത് കാണാനും മോളെ ഉണ്ടാക്കിയത് ഇതാണ് കറക്റ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് നല്ല ഇഷ്ടപ്പെട്ടു കഴിച്ചു മധുരപ്പ് കപ്പ കറക്റ്റല്ലേ നോക്ക് അമ്മായി തിന്നോക്ക് അത് ഔലോസിന്റെ ലഡും കൂടി തിന്നോക്ക് ആ എന്നാ തിന്നോക്കി അരക്കൊക്കെ പാകാം മധുരം പാകാം എന്താ അമ്മായി രസമുണ്ട് എടാ അതിനൊരു പൊട്ട് എടുത്താ അതോ ലഡു നോക്കിക്കോ മാണി തിന്നോക്കോ പിന്നെ കിട്ടൂല കേട്ടോ ഓൺ എന്ത് ലഡു എന്നാ ഓണ ഉറക്കത്തിൽ നീപ്പിച്ചും പോരെ എന്നിട്ട് വെറൈറ്റി സാധനം ലഡു തന്നെ ഉണ്ടാക്കിയില്ലല്ലോ അതിന് കടലമാവ് ഇങ്ങനെ ഒട്ടില്ല അത് പിന്നെ ഓയിലില് ഇതാക്കിങ്ങാണ്ട് വറുത്ത് കോരൊക്കെ കാണും ആണോ എങ്ങനെയുണ്ടാ പാപ്പാക്ക് ഇപ്പൊ ആണോ ഉയ്യാണ് എവിടെ ആണോ ആ പാപ്പ പറഞ്ഞ അതന്നെ ഇക്കാരം ഇപ്പാനെ അഡ്മിറ്റ് ആക്കാണ് എന്നാ പോണ് ഇപ്പൊ രണ്ടാളും പോയി വരികയാണ് 31-ാം തീയതി അഡ്മിറ്റ് ആക്കില്ല പെരുന്നാൾ കഴിഞ്ഞിട്ട് പെരുന്നാൾ കഴിഞ്ഞല്ല നല്ലോണം ഉയിഞ്ഞ് നോക്കിയാ തന്നെ നമ്മളന്നേ പറയണ്ടല്ലോ ഒന്ന് ഉയിഞ്ഞ് നോക്കിയാ മതി ഇപ്പാക്ക് പാർക്കിസൺസ് അല്ല അല്ലേ
ഇപ്പാക്ക് പെടലിന്റെ അവിടെ എല്ലാം ഒന്നിക്ക നട്ടലിന്റെ അവിടെ എല്ലാം ഒന്നിക്കും ഇപ്പാക്ക് ഈ ഗുളിക കൊടുത്തിട്ടാണ് നമ്മളീ ഡോക്ടർമാര് ഇപ്പാന്റെ പെടല് തിരിയില്ലല്ലോ അവിടെ എല്ലുണ്ട് നട്ടലിന്റെ എല്ലുണ്ട് എല്ലാ ഡോക്ടർമാരും ഞങ്ങളോട് പറഞ്ഞു ഈ ഗുളിക നിങ്ങൾ മുടക്കരുത് ആ ഗുളിക കൊടുത്തായതാണ് ദശ ഉണ്ടായതാണോ? എന്ത് ദശ ദശ വളർന്നു കേൾക്കാം. പാർക്കിൻസൺസിന് അസുഖമുള്ള ആൾക്കാർക്കാണ് ഈ ഗുളിക തരും. പക്ഷെ ഇപ്പാക്ക് അതല്ലാന്ന് അസുഖം ഇല്ലാത്തതാക്ക് ആ ഗുളിക കൊടുത്താൽ എന്താ കാരണം പ്രവർത്തിച്ച് എവിടെ പോയാലും അറിയാം ഞങ്ങളോട് ഈ ഗുളിക മുടക്കരുത് എന്നിട്ട് ശരീരത്തിന് ഡോക്ടർമാരെ തല തിരിച്ചാൽ അങ്ങോട്ടും പോലെ തല ഇവിടെ എന്തേലും വെച്ചിട്ടിയാ മതി നടത്തിച്ച് തരാമെന്ന് പറഞ്ഞു മരുന്ന് തന്നു വിട്ടിക്കണം. അപ്പൊ ഗൈസ് നമ്മളെ ഫസ്റ്റ് ലഡു ഉണ്ടാക്കല് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണം. അപ്പൊ എന്താ എനിക്ക് പറയാനുള്ളത്? നല്ല രസമുണ്ടോ? നല്ല രസമുണ്ട്. ഇതോ ആ മറ്റോനോട് പൈച്ചിക്കാണിന്ന് ഷംന ഇങ്ങനെ ചെയ്തോ ഇതാ രസം. അപ്പൊ ഗൈസ് ഇതൊന്ന് നമ്മള് ഫുൾ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ എല്ലാവരും ഗൈസ് ഇതൊന്ന് മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി നോക്കുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗൈസ്. ബൈ ഗൈസ്.